ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അമികാലയിലെ സ്തോത്രം അത്ഭുതം ചെയ്യുവാൻ ദൈവം തയ്യാറാണ്. അത്ഭുതം പ്രാപിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അത്ഭുതം ചെയ്യുവാൻ ആര് തയ്യാറാണ്? കർത്താവ് തയ്യാറാണ്. സ്തോത്രം. അത്ഭുതം നമ്മൾ പ്രാപിക്കും. ഇന്ന് അത്ഭുതം ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹം, ആ ദൈവത്തിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ പ്രാപിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി കർത്താവിന്റെയും നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് വായിക്കാം. സ്തോത്രം. ഒന്ന്, കാൺമീൻ, നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്രമാത്രം സ്നേഹം തന്നിരിക്കുന്നു. സ്തോത്രം. കണക്കുകൂട്ടിക്കോണം. നമ്മളെ കർത്താവായ യേശു അപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം എത്ര വലുതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ദൈവസന്നിധി എന്ത് ചെയ്യാൻ പറ്റാത്തത്? വിശ്വസ്തത പാലിക്കുവാൻ കഴിയാത്തത്. വിശ്വസ്തത പാലിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്നേഹത്തെ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. സ്തോത്രം. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അതേ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ എല്ലാം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വേറെ പുതിയ പ്രതികൂലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധി എന്ത് ചെയ്യും? നമ്മൾ പുറകുറുക്കും. പുറകുറുക്കുന്നതിന്റെ കാര്യം എന്തുവാ? കർത്താവ് ചെയ്ത, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്ത ചില അത്ഭുതങ്ങളെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മറന്നു പോയിട്ടുണ്ട്. മറന്നു പോയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ പുറകുറുക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ശക്തമായ ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യും? അടുക്കത്തേ ഉള്ളൂ. അടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ദൈവസന്നിധിയിൽ അടുത്ത് നിൽക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ അവരെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവസന്നിധിയിൽ അടുത്ത് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ദൈവസന്നിധി നമ്മൾ അടുത്ത് നിൽക്കാതിരിക്കുന്നെങ്കിലാണ് ആര് കയറുന്നത്? പിശാച് കയറുന്നത്. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നെങ്കിൽ ഒരിക്കലും പിശാചിന് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രവേശിക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് പിശാച് പ്രവേശിച്ച്? നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് വന്നിട്ടില്ല? ദൈവസന്നിധി പൂർണ്ണമായി അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, അലർന്ന സിംഹം പോലെ പിശാച് നിനക്ക് ചുറ്റും അലറിക്കൊണ്ടിരിക്കുന്നു, വിഴുങ്ങുവാൻ ഭവിക്കുന്നുണ്ട്, പക്ഷെ നിന്നെ വിഴുങ്ങത്തില്ല. കാര്യം എന്തുവാ? അവൻ അലറിക്കൊണ്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അവന്റെ അലറിനകത്ത് നമ്മൾ വീണ് പോയാലേ എന്ത് ചെയ്യത്തുള്ളൂ? പിശാച് നമ്മളെ വിഴുങ്ങത്തുള്ളൂ. അലറിക്കൊണ്ടിരിക്കും, അവൻ പേടിപ്പിക്കുമല്ല എന്ത് ചെയ്യും? ആ പേടിപ്പൊന്നും നമ്മൾ അടുത്തോട്ട് വരത്തില്ല. കാര്യം നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കൂടാരത്തിനകത്താണ് ഇരിക്കുന്നെങ്കിൽ, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ പിശാച് അലർന്നത് കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇരുന്ന വ്യക്തിയാവുമ്പോഴാ പിശാച് അലർന്ന് കാണുന്നത്? എങ്ങനെയാണ്? പിശാച് എനിക്ക് ചുറ്റും അലറിക്കൊണ്ട് വെക്കുക. ഇത് ഞാൻ കണ്ടത് എങ്ങനാ? പ്രാർത്ഥനയെന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരെയും വരത്തില്ല. പിശാച് അലറിക്കൊണ്ട് പോകുന്നത് നമ്മൾ കാണത്തില്ല, നമ്മളത് ശ്രദ്ധിക്കത്തേ ഇല്ല. അവൻ എന്തൊക്കെ പ്ലാൻ കൊണ്ടുവന്നാലും, പദ്ധതി കൊണ്ടുവന്നാലും എന്ത് ചെയ്യത്തില്ല? നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആരെ നോക്കി ഓടും? കർത്താവിനെ നോക്കി ഓടും. കാര്യം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കർത്താവ് തരുന്നത് പ്രത്യാശയാണ്. കർത്താവിന്റെ വചനം കേൾക്കുന്നതനുസരിച്ചും, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതനുസരിച്ചും, കർത്താവിനോട് ആരാധിക്കുന്നതനുസരിച്ചും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യാശയാണ്. നെഗറ്റീവ് അല്ല തരുന്നത്, പോസിറ്റീവ് എനർജിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് എനർജി വരുമ്പോഴാണ് ആരും വെളിപ്പെടുന്നത്? പിശാച് വെളിപ്പെടുന്നത്. ഇത് ബന്ധനമാ, ഇത് കെട്ട, ഇത് ആ ശത്രുവാ എന്നെല്ലാം പറയുന്നതിന്റെ കാര്യം എന്തുവാ? നെഗറ്റീവ് എനർജി വരുന്നതുകൊണ്ടാണ്. പോസിറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നെങ്കിൽ ഇത് വരുമോ? പിശാച് എന്ന് പറയുന്നത് ആരും യേശു എന്ന് പറയുന്ന നാമത്തിന്റെ ഫ്രണ്ട് നിൽക്കത്തില്ല, ഓടുവാൻ. യേശുവിനെ കേൾക്കുമ്പോഴേ അവൻ ഓടും. കാര്യം എന്തുവാ? യേശു അവനെ ജയിച്ചതാ. യേശു പിശാചിനെ ജയിച്ചതാ, അവന്റെ തല തകർത്തതാ. ആ തല തകർത്ത ക്രിസ്തു യേശുവിനോട് ഞാൻ ആശ്രയം
വെച്ച് പ്രാർത്ഥിക്കുമ്പോ ദൈവം എന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നോടൊപ്പം ഇരിക്കുമ്പോ പിശാചനെ നോക്കുമോ? അപ്പൊ പിശാച് നോക്കുന്നത് എങ്ങനെയാ? നമുക്ക് ആഗ്രഹമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, പക്ഷെ നമ്മൾ ആരും അടുത്തില്ല, ദൈവത്തോട് അടുത്തില്ല. ദൈവത്തോട് അടുത്തായിരുന്നെങ്കിൽ ആര് വരത്തില്ല? പിശാച് വരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഭയങ്കര ആഗ്രഹം പ്രാർത്ഥനയ്ക്ക് ചെയ്യണമെന്ന്, ദൈവസന്നിധി ഇരിക്കണമെന്ന് ആഗ്രഹം, ദൈവസന്നിധി ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ഉള്ള ആർക്കും കൊടുക്കുന്നില്ല. യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യമൊന്നും അവൻ കാണത്തില്ല. കാണൂ? നമ്മൾ വീടിനകത്ത് ഒരു ഉദാഹരണം പറയാം. വീടിനകത്ത് പാർശ്വടി നമ്മൾ പുറത്തോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ പല ശബ്ദങ്ങൾ കേട്ടോണ്ടിരിക്കും, ഇല്ലേ? അല്ലാത്തവ കേൾക്കാത്ത ചില ശബ്ദങ്ങളോടും കേൾക്കും. ആരെങ്കിലും വിളിച്ചെന്നല്ല നമുക്ക് തോന്നും. നമ്മൾ ഇരിക്കുന്ന ആരെടുത്താണ്? ദൈവത്തിന്റെ സന്നിധി. ഈ സ്തോത്രം, ഈ കത്തോലിക്കക്കാരെല്ലാം അല്ലെങ്കിൽ സമുദായക്കാരെല്ലാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇന്ന് ബന്ധുക്കോസ്റ്റുകാരും അതേപോലെയല്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും പറഞ്ഞത് ആ ഗേറ്റ് പൂട്ടിയോ, ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം വരും, ഈ വാക്കുകളെല്ലാം വരും. ഗേറ്റ് പൂട്ടിയോ, സ്തോത്രം, കഥ പടച്ചിട്ടുണ്ടോ, തീ ഓഫാക്കിയിട്ടുണ്ടോ, സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന മുമ്പേ അറിയുന്നില്ല ഇതെല്ലാം ഓഫാക്കിയിട്ട് വന്നിരിക്കണോ. അപ്പോഴെന്തുവാ? ഇതെല്ലാം ഒരു ചടങ്ങ് രീതിയിലാണ് കൊണ്ടുപോവാ. പ്രാർത്ഥനയും എന്റെ കാര്യങ്ങളും എല്ലാം ചേർത്തൊരു ചടങ്ങാട്ടം കൊണ്ടുപോവാ. അതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞേ അറയടച്ച് എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ മറ്റൊരു ചിന്തയും ഉണ്ടാവല്ലേ. ആത്മാർത്ഥയോട് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ നിന്നോട് സംസാരിക്കുന്ന ആരായിരിക്കും? കർത്താവായിരിക്കും. ചില വ്യക്തികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ് സ്തോത്രം, ഞാൻ ബാച്ചിലറായിട്ടല്ല താമസിക്കുന്ന സമയത്ത് ദൈവസന്നിധി അടുക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കോടെല്ലാം കഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ചിലർ വന്നിട്ടുണ്ട്. ഞാൻ 2-3 വട്ടം വന്നായിരുന്നു, പ്രാർത്ഥന ആയതുകൊണ്ട് അകത്തോട്ട് വരാൻ. പക്ഷെ ഇവര് വന്ന് ഞാൻ അറിഞ്ഞില്ല. കാര്യം എന്തുവാ? എനിക്ക് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് സംസാരിക്കോ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് നമുക്ക് ഇവർക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇവര് വന്നു, എന്നെ വിളിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? വിളിക്കണമെന്ന് പറഞ്ഞാ വന്നേ, പക്ഷെ വിളിച്ചില്ല. കാര്യം ഞാൻ ദൈവമായിട്ട് അടുത്തിരിക്കും. ഇതാണ് ആത്മാർത്ഥമായിട്ട് ദൈവമായിട്ട് അടുത്തിരിക്കുന്നത്. ഇന്ന് പലരും വന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങി പോകുന്നു. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമുണ്ട്. സ്തോത്രം, അവൻ രോഗിയാണ്, മോന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ രോഗിയായി കിടക്കുക, അവന് ക്ഷീണമുണ്ട്, പ്രയാസവും. സ്തോത്രം, അവൻ രോഗി അല്ലാത്തപ്പോഴും അവന് ക്ഷീണമുണ്ട്, പ്രയാസം. എന്തുവാ? ട്യൂഷൻ കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞ് ട്യൂഷൻ, ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. സൺഡേ സ്കൂളിന്റെ സമയത്ത് ഞായറാഴ്ച ദിവസം സൺഡേ സ്കൂളിന് അപ്പനും അമ്മയ്ക്കും വിളിക്കാൻ വയ്യ, അവനെ വിളിക്കാൻ വയ്യ. കാര്യം എന്തുവാ? അവൻ കഴിഞ്ഞ 6 ദിവസം ട്യൂഷനെല്ലാം പോയി തിരക്കല്ലേ, അവൻ കിടന്ന് ഉറങ്ങി. എന്നിട്ട് പറയുക അവൻ ദൈവവൈതലാന്ന് പറഞ്ഞാൽ നടക്കൂ. എടാ, 6 ദിവസം നീ ട്യൂഷൻ പോകുന്നതിന്റെ പ്രാധാന്യമാ എവിടെ പോകുന്നത്? 7ാം ദിവസം ആരാധനയ്ക്ക് പോകുന്നു. സ്തോത്രം. അപ്പം വലിയ ശൈലിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, വലിയ ആനക്കാരി പോലെ പറയുന്നത്. ദൈവത്തിന് വില കൊടുക്കത്തില്ല, ദൈവത്തിനാ വില കൊടുക്കേണ്ടത്. കാര്യം എന്തുവാ? കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരു രോഗവും ഇല്ലായിരുന്നു, പെട്ടെന്ന് ക്യാൻസർ വന്നു. ഒരു അധിക ദിവസമൊന്നും നിന്നില്ല, പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. മരണത്തിന്റെ ഫ്രണ്ട് ചെയ്തുകൊണ്ട് ഐഫോൺ പറയുക, എന്തുവാ? സൺഡേ സ്കൂളിൽ പോകുന്നതിന് മോനെ നീ പോകണ്ട, നീ ക്ഷീണിച്ചു കിടന്നു, കിടന്ന് ഉറങ്ങിക്കും. മോനെ നീ ദൈവസന്നിധിക്കാ വില കൊടുക്കണം. നീ സൺഡേ സ്കൂളിൽ പോകുന്നതെന്നും അല്ല വിഷയം. സൺഡേ സ്കൂളിൽ പോകുന്നതല്ല വിഷയം. വിഷയം ദൈവവും നീയുമായിട്ടുള്ള ബന്ധമാ വിഷയം. അങ്ങനെ കാഴ്ചപ്പാട് മാതാപിതാക്കൾക്ക് വരണമെങ്കിൽ മാതാപിതാക്കൾ ആരെ അറിയണം? ദൈവത്തെ രുചിച്ചറിയണം, ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയണം. ഞാനൊരു കാര്യം പറയാം. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ദൈവത്തിനകത്ത് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ ആ ഓർമ്മയില ദൈവത്തെ സ്തുതിച്ച് സന്തോഷിച്ച് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി പ്രതികൂലം വരുമ്പോഴും ഞാൻ ആ ഓർമ്മ ഓർക്കും. കാര്യം അന്ന് എന്റെ ദൈവം എനിക്ക് ജയം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നും എന്റെ ദൈവം എന്ത് ചെയ്യും? എനിക്ക് ജയം നൽകും. ഞാൻ പുറകുറുക്കത്തില്ല. പുറകുറുക്കുന്നതിന്റെ കാര്യം പഴയതെല്ലാം എന്ത് ചെയ്തു? മറന്നുപോയതുകൊണ്ട്.
സ്തോത്രം. കർത്താവ് പറയുന്നുണ്ട്, സ്തോത്രം, ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സഭയോട് പറയുന്നു. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നിന്നിൽ ഒരു കുറവുണ്ട്, നീ ആദ്യ സ്നേഹം വിട്ടുപോയി. ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നു. ആ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വന്നാലേ നിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, കരുതാൻ പറ്റത്തുള്ളൂ. നമ്മളിലെല്ലാം എന്തുണ്ട്? ആദ്യ സ്നേഹം പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടുപോകാറുണ്ട്. വിട്ടുപോകുന്നതുകൊണ്ടാണ് പല നന്മകളും അനുഗ്രഹവും എന്ത് ചെയ്യാതെ പ്രാപിക്കാൻ പറ്റാത്തത്. ഇന്ന് സ്തോത്രം, ഇന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ പറഞ്ഞപ്പോൾ, കല്ലിൽ തട്ടാത്ത വണ്ണം നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം, നിന്റെ കാലിനെ കല്ലിൽ തട്ടാത്ത വണ്ണം നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം. ദോഷത്തിലേക്ക് തള്ളിയിരുന്ന ഒരു ദൈവവുമല്ല. നിന്നെ കല്ലിൽ തട്ടാത്തവണ്ണം നിന്റെ കാലിനെ, ശരീരത്തെ പരിപാലിക്കുന്ന ദൈവം. അത്രയ്ക്കൊരു കെയറോട് ആര് പരിപാലിക്കുന്നത്? കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത്. നമ്മളെ മിടുക്കൊന്നുമല്ല ഓരോ ദിവസവും കഴിഞ്ഞു പോകും. ദൈവത്തിന്റെ കെയർ, ദൈവത്തിന്റെ കരുതൽ. ഈ കരുതലാണ് ആരറിയേണ്ടത്? ദൈവമക്കളായ നമ്മൾ അറിയേണ്ടത്. സ്തോത്രം. സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. 3000 രൂപ പറഞ്ഞതാ. പ്രാർത്ഥിച്ചവര് കണ്ണുനീരൊഴുക്കി. രണ്ടാമത് ചെന്നപ്പോ ലിസ്റ്റിനകത്ത് അവരുടെ പേരില്ല. ലിസ്റ്റിൽ പേരില്ലാത്ത കൊച്ചിന്റെ പേരുണ്ട്, ലിസ്റ്റിൽ പേരുള്ളവരുടെ പേര് ഇല്ല. ആർക്ക് മാറ്റാൻ പറ്റും? സ്തോത്രം. PTA ഫണ്ടും സ്തോത്രം, അവരുടെ സ്തോത്രം, മതപ്രകാരമുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാൻ നമ്മളെ പൈസ അനാവശ്യമായി ചെലവാക്കാൻ ആരും സമ്മതിക്കത്തില്ല. ഇതേപോലെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലും ഡോക്ടറിന്റെ അടുത്തെല്ലാം പോവാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. കാര്യം നമ്മുടെ പൈസ വിലപ്പെട്ട പൈസയാണ്. ആര് തന്നതാ? കർത്താവ് തന്നതാ. എന്തിനാ തന്നത്? എനിക്കും എന്റെ കുടുംബത്തിനും അത് യഥാർത്ഥമായി അതിന്റെ നന്മ അനുഭവിക്കാനാണ് തന്നേക്കുന്നത്. ഞാൻ എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട ഓഹരി കൊടുത്തു. ബാക്കി എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ബലവും ആയുസ്സും നൽകി എനിക്ക് ശമ്പളം തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കും എന്റെ കുടുംബത്തിനും അനുഭവിക്കാനാണ്. അത് സന്തോഷത്തോടെ അനുഭവിക്കാനാണ്. അത് മറ്റുള്ളവരിലേക്ക് പോവാനുള്ളതല്ല. അങ്ങനെ പോവാൻ ദൈവം അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അത് മറ്റു രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോവാൻ ആരനുവദിക്കത്തില്ല? കർത്താവ് അനുവദിക്കത്തില്ല. സ്തോത്രം. അത് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അത് മാറ്റി കൊടുത്തോ? 3000 രൂപ പറഞ്ഞത്, 3000 രൂപ അടുത്ത ചെന്നപ്പോൾ 3000 രൂപ എന്ത് ചെയ്യില്ല, കൊടുക്കാനില്ല. ദൈവം മാറ്റിയോ? നിസ്സാര കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. അഭിജിത്ത് സ്വന്തം ക്ഷീണിച്ചു പോയി. 2 ദിവസം ജോലിക്കെല്ലാം പോയി. ആദ്യ ശമ്പളം എല്ലാം മേടിച്ചപ്പോഴേ ആള് ക്ഷീണിച്ചു പോയി. സ്തോത്രം. സാരമില്ല. പിള്ളേർ ഇതുവരെ നമ്മൾ വീട്ടിൽ ആഹാരം എല്ലാം കൊടുക്കുമ്പോഴേ കൂട്ടായില്ല. ഇപ്പൊ കൂട്ടാന്റെ എല്ലാം വില മനസ്സിലായി, ആഹാരത്തിന്റെ വില മനസ്സിലായി. തിരിച്ച് വീട്ടിൽ വന്ന് 2 ദിവസം എല്ലാം കിടന്നപ്പോഴാ മനസ്സിലാവുന്ന, അയ്യോ ഇത് എത്ര വട്ടം തള്ളി പറഞ്ഞതാ. പ്രൈസലോ. അതുപോലെ ഇടയ്ക്ക് പോകുമ്പോഴേ, ഇങ്ങനെല്ലാം പോകുമ്പോഴേ അവർ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും മോള് പഠിച്ചുകൊണ്ടിരിക്കും. എന്തുവാ? വെളിയിലെല്ലാം ജോലിക്കെല്ലാം പോയി കിടന്നപ്പോഴാ ഫുഡിന്റെ എല്ലാം വില മനസ്സിലായത്. ഇല്ലയോ? അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷേ കണ്ടാ അറിയാം കഴിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സ്തോത്രം. കാര്യം എന്തുവാ? കണ്ടപ്പോഴേ മനസ്സിലായി. അമ്മ ക്ഷീണിച്ചു പോയി. കാര്യം പോയി ഇതെല്ലാം പഠിക്കണം, പിള്ളേരെല്ലാം പഠിക്കണം. സ്തോത്രം. എന്നാലേ വീട്ടിലുള്ള ആഹാരത്തിന്റെ വില എന്ത് ചെയ്തുള്ളൂ മനസ്സിലാക്കുക. സ്തോത്രം. അതുപോലെ തന്നെ അധ്വാന ഫലം എന്തെന്ന് മനസ്സിലാക്കത്തുള്ളൂ. സ്വയമായിട്ട് അധ്വാനിച്ച് പൈസ വരുമ്പോഴേ അധ്വാന ഫലത്തിന്റെ വില മനസ്സിലാക്കത്തുള്ളൂ. മറ്റേ നമ്മൾ അപ്പനും അമ്മയോട് ഞാൻ അങ്ങ് പറയുക, ഇല്ലയോ? അവരെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട, നമ്മളെ കാര്യം അങ്ങ് സാധിച്ചു കിട്ടും. ഇത് സ്വന്തമായിട്ട് അധ്വാനിച്ച് രാവിലെ എഴുന്നേറ്റ് പോയി അവര് പറയുന്ന സമയത്ത് കയറി അവര് പറയുന്നതെല്ലാം കേട്ട് തല കുനിച്ച് സ്തോത്രം അവരുടെ ടൈമിലെല്ലാം നിന്ന് എല്ലാം മുഷിച്ചെല്ലാം വരുമ്പോൾ അതിനകത്ത് കിട്ടുന്ന പൈസ കിട്ടുമ്പോൾ അതിന്റെ വില മനസ്സിലാവും. മറ്റേത് അങ്ങോട്ട് ചെന്ന് പറയുക, ഷൂ ഇല്ല, ചെരുപ്പില്ല, ഡ്രസ്സില്ല, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട, സാധനം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മോഹം വീർത്തി. സ്തോത്രം. ഞാന് സ്തോത്രം കഴിഞ്ഞ ദിവസം എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മോഹം വീർത്ത അടി ഉറപ്പാണ്. മോഹം വീർത്തില്ലെങ്കിൽ അടിക്കത്തില്ല. തെറ്റിന് അടിച്ച് ചെയ്തപ്പോൾ ഞാൻ അങ്ങ് ക്ഷമിച്ചു കളയും. പക്ഷെ മോന്ത വീർപ്പിച്ച അടി ഉറപ്പാണ്. ഇത് ഒരു വലിയൊരു പരിപാടി വെച്ചേക്കോ. എന്തുവാ? എന്തെങ്കിലും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പിന്നെ സോപ്പിടാൻ വരും. കാര്യമില്ല. അതെന്തോ ആത്മാവാന്ന് എനിക്കറിയത്തില്ല, അതെന്തോ സ്നേഹമാണെന്ന് എനിക്കറിയത്തില്ല. അപ്പനെ അപ്പിഴ് വേണം, അമ്മയെ അപ്പിഴ് വേണം കാര്യം സാധിക്കാൻ. കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ മോന്ത വീർപ്പില്ല. ഇതെല്ലാം ഓരോ ജോലിക്ക് പോകുമ്പോൾ ഇറങ്ങി മനസ്സിലാവും, ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും മനസ്സിലാവും. ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ടും. സ്വതം വീട്ടിലെ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടും. അമേൻ.
എത്രയെല്ലാം വെളിയിൽ നിന്ന് കഴിക്കാൻ കിട്ടിയാലും വീട്ടിലെ ആഹാരത്തിന്റെ വില എന്തുവാന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴും വെളിയിൽ പോയി കഴിയുമ്പോഴും മനസ്സിലാവത്തുള്ളൂ. അതെല്ലാം നല്ല കാര്യമാണ്. സ്തോത്രം. എല്ലാം നല്ല കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് വിട്ടുപോകല്ലേ? നമ്മൾ വിട്ടുപോകരുത്. ഏറ്റവും വലിയ കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ദൈവസേനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. സ്തോത്രം. ആ വചനം തന്നെ ഉണ്ടല്ലോ, കല്ലിൽ തട്ടാത്ത വണ്ണം. ആ ഒരു വാക്ക് മതി. കല്ലിൽ തട്ടാത്ത വണ്ണം. എന്റെ കാല് കല്ലിൽ തട്ടുന്നത് പോലും ആർക്കും ഇഷ്ടമല്ല, എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോഴൊരു പോറല് പോലും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു തലമുടി നിന്റെ തലയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുമ്പോ അതുവരെ എണ്ണപ്പെട്ടു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് കരുതല. ആര്? കർത്താവ് നമ്മളെ കരുതുന്നു. അത്രയ്ക്ക് കരുതലോടെ കർത്താവ്. അപ്പൊ പിശാചിന് നമ്മളെ വിട്ടുകൊടുക്കൂ? പിശാചിന് അങ്ങ് രസിക്കാൻ വേണ്ടി, അവന്റെ കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കൂ? ഇല്ല. ഇത് പ്രിയ മക്കളെ, അങ്ങനെ ഒരു ചിന്ത നമ്മളെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് ജയിച്ചോണം. എന്നെ പിശാചിന് വിട്ടുകൊടുക്കാനല്ല, കഷ്ടത്തിലേക്ക് വിട്ടുകൊടുക്കാനല്ല, രോഗത്തിലേക്ക് വിട്ടുകൊടുക്കാനല്ല, എന്നെ എന്റെ കുടുംബത്തെ അപമാനത്തിലേക്ക് വിട്ടുകൊടുക്കുവാനല്ല, മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാനല്ല, മറ്റുള്ളവർക്ക് എന്നും ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുവാനുള്ള വ്യക്തിയാക്കി തീർക്കാനല്ല. എന്റെ യേശു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ വചനം, യേശുവിന്റെ വചനം ഞാൻ എവിടെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? യേശുവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തെ എവിടെങ്കിലും ഞാൻ വിളിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിന്റെ നാമത്തിൽ എനിക്ക് എവിടെങ്കിലും വിടുതൽ കിട്ടിയിട്ടുണ്ടോ? നീ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. നീ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് വെറുതെ കൈയോട് വിടാനല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. പ്രിയ ദൈവമേ, നിന്നെ ഉപേക്ഷിച്ച് നീ കഷ്ടത്തിൽ കിടക്കുമ്പോ ആ കണ്ണുനീര് കണ്ട് രസിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റി, നിന്റെ കഷ്ടത്തെ തുടച്ചു മാറ്റി, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, എവിടൊക്കെ നീ കരഞ്ഞു അവിടെല്ലാം മാറിക്കുന്ന ഒരു ദൈവത്തെയാ നീ വിളിക്കുന്നത്. അത് ജീവനുള്ള ദൈവമാ. അതാണ് യേശു. ഹല്ലേലൂയ. ആ യേശു ഒരിക്കലും എഴുതിയിട്ടില്ല, എന്നെ രോഗിയാക്കി വിടത്തില്ല, എന്നെ പരിഹാസിയാക്കി വിടത്തില്ല, എന്നെ അപമാനമാക്കി വിടത്തില്ല. ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം എന്നെ ഒരു അപമാനമായിട്ട് എന്റെ ദൈവം എന്നെ വിടത്തില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ യേശുവിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ യേശുവിന് പ്രാധാന്യപ്പെട്ടവനാ. ഇന്ന് ആ പ്രാധാന്യം ഒന്ന് തിരിച്ചറിയുന്ന യുവമക്കളെ, ഞാൻ യേശുവിന് പ്രാധാന്യപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. ആ പ്രകാരം ഇന്ന് പകലെന്ന് തിരിച്ചറിയേ. ആ ദൂതിനെ ഒന്ന് പേർന്ന് തിരിച്ചറിയേ. ആ ദൂതിന്റെ അത്ഭുതം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ആ ദൈവത്തിന്റെ ദൂതിന്റെ കുടുംബത്തിനകത്ത് പൂർത്തീകരിക്കാൻ പോവുക. ആ ദൂതിന്റെ മഹത്വം കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. അത്ഭുതത്തോടെ യേശു പുറത്തു കൊണ്ടുവരാൻ പോവുക. യേശു ഉള്ള കാലത്തോളം എന്നെ ഒരു ശത്രുവിനെ തൊടുവാൻ കഴിയത്തില്ല. എന്റെ മിത്രാദികൾക്കോ ദേശനിവാസികൾക്കോ എന്നെ പരിഹസിച്ച് മുൻവിധിച്ചിടാൻ പറ്റത്തില്ല. ആ മുൻവിധിയിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. In the name of Jesus, ആ യേശുവിനെ സേവിക്കുന്നത്. ദൈവത്തിന്റെ ആലോചനകളെന്ന് പകല് വെളിപ്പെടാട്ട്, ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെന്ന് പകല് വെളിപ്പെടാട്ട്. എന്റെ തലമുറ അനുഗ്രഹപ്പെടും. എന്റെ സമ്പത്ത് അനാവശ്യമായ കാര്യങ്ങൾക്ക് പോകത്തില്ല. എന്റെ സമ്പത്ത് അനാവശ്യമായ കാര്യങ്ങൾക്ക് പോകത്തില്ല. എനിക്കും എന്റെ കുടുംബത്തിന് തന്ന സമ്പത്ത്, എനിക്കും എന്റെ കുടുംബത്തിന് തന്ന നന്മയാ. അത് ദൈവം അറിയാതെ ഒന്നിടത്തും പോകത്തില്ല. അത് അനാവശ്യമായിട്ട് പോകത്തില്ല. അത് എനിക്കും എന്റെ കുടുംബത്തിനും ദേശത്തിന് മാറിക്കപ്പെടുവാനാണ്. സ്തോത്രം, സ്തോത്രം. സകല നന്മകളും തരുന്നവനാണ് കർത്താവ്. കർത്താവ് ഇന്ന് പകരം ഞാൻ ഒരു ദൈവത്തിന്റെ ഒരു ആലോചന, ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ ദൂതനെ ഞാനൊന്ന് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അതാ പ്രാർത്ഥിക്കുന്നത്. എന്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് എനിക്ക് അസാധ്യമായി നിൽക്കുന്ന സകല കാര്യവും എന്റെ യേശു ചിന്തിച്ചാൽ ഒറ്റ സെക്കൻഡ് വേണ്ട എന്റെ ദൈവത്തിന് സാധിച്ചു തരുവാൻ. സ്തോത്രം.
പൊന്നൂനെ ദൈവം കൊണ്ടുവന്നു. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. കാര്യം എന്തുവാ? നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാ കൊണ്ടുവന്നത്. പൊന്നൂന്റെ കഴിവല്ല, പ്രാർത്ഥനയുടെ ഫലമാ ആര് കൊണ്ടുവന്നേ? ദൈവം കൊണ്ടുവന്ന. കാര്യം എന്തുവാ? ഇതേപോലെ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ ക്രിസ്തുവിനെ അറിയാൻ പോകുന്നത് എങ്ങനെയാ? എന്റെ പ്രാർത്ഥനയുടെ ഫലത്തിനകത്ത് ഞാൻ ഇരിക്കുന്ന പായിക്കകത്ത് ഞാൻ ആരാധിക്കുന്നതും ഇരട്ടി ശക്തിയോടെ, ഇരട്ടി ബലത്തോടെ, ഞാൻ കണ്ടതിലും ഇരട്ടി വിശ്വാസത്തോടെ, ഉറപ്പോടെ. എന്റെ ഭവനത്തിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ, എന്റെ ദേശത്തിനകത്തുണ്ടെങ്കിൽ, എന്റെ പട്ടണത്തിനകത്തുണ്ടെങ്കിൽ, എന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, ഞാൻ ഇരിക്കുന്ന പായിലേക്ക് അവരെ ദൈവം കൊണ്ടുവന്നിരുത്ത്. എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, ജീവനുള്ള ദൈവമാ. അമ്മയുടെ ഉദരത്തിലെ ഉരുവാകുന്നോമെ പേർ ചൊല്ലി വിളിച്ച ദൈവമാ, എന്നെ തെരഞ്ഞെടുത്ത ദൈവമാ. ആരൊക്കെ എന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ, ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, എന്നെ ഉപേക്ഷിക്കാതെ തള്ളി പറയാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ആ കർത്താവ് എന്നെ, എന്റെ കുടുംബത്തെ രക്ഷകനാണ്. എന്നെ കുടുംബത്തിനകത്ത് രക്ഷ കൊണ്ടുവരും. അവർ രക്ഷിക്കപ്പെടാത്തവര് ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെടും. ഈ 2024 തീരുന്ന മുമ്പ് എന്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടണം. അവർ യേശുവിനെ അറിയണം. In the name of Jesus. Amen. ഞാൻ വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയമാവാം, ഞാൻ മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയമാവാം. കർത്താവിന് കണ്ണടച്ച് തുറക്കുന്ന സമയമാണ് അത്ഭുതം ചെയ്യാൻ. എന്റെ ബുദ്ധിക്ക്, എന്റെ ചിന്തയ്ക്കകത്തല്ല കർത്താവ് ഇരിക്കുന്നത്, അതിനെല്ലാം അപ്പുറമാണ്. എന്റെ ബുദ്ധി, എന്റെ ചിന്ത നോക്കിയാൽ ഞാൻ രക്ഷപ്പെടാൻ പല പ്ലാനുകൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ദൈവം പറയുക, ആ കൂട്ടി വെച്ചതൊന്നും ഞാൻ നിനക്ക് തരത്തില്ല. എന്റെ പ്രവൃത്തി അങ്ങനല്ല. നീ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ, നീ കണ്ണു തുറന്നു നോക്കുമ്പോൾ നിന്റെ മേൽ അത്ഭുതം ചെയ്യുന്നത് ദൈവം. ഹല്ലേലൂയ. ഇത് പകൽ ഓർത്തോ ദൈവമക്കളെ? സ്തോത്രം. ആ വാക്യത്തിന് ബാക്കി ഒന്ന് വായിക്കാം. ഞാൻ പറയട്ടെ, ലോകം കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ് ലോകത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവത്തെ ഏറ്റെടുക്കാൻ പറ്റാത്ത. നമ്മൾ പറയാറില്ലേ, കർത്താവിന്റെ വചനവും ഞാൻ ഇത്രയെല്ലാം മാറി, ഞാൻ ഇത്രയെല്ലാം വിശുദ്ധി വേർപാടോട് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ എന്റെ ചുറ്റുമുള്ളവരെന്താ എന്നെ മനസ്സിലാക്കാതെ? കാര്യം ദൈവവചനം പറയുന്നു, ലോകം അവരെ അറിഞ്ഞിട്ടില്ല, യേശുവിനെ അറിയേണ്ട രീതി അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ എന്റെ കുടുംബത്തിനകത്ത് എന്റെ സഹോദരനോ സഹോദരിയോ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനകത്ത് ഭർത്താവോ ഭാര്യയോ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരിങ്ങനെ കാണിക്കുന്നത്. അവരറിയുമായിരുന്നെങ്കിൽ എന്റെ കട്ടി വിശ്വാസം അവർക്കുണ്ടായാലേ. ലോകം അവരെ അറിഞ്ഞിട്ടില്ല. യേശു പറയാം, നീ അതിനകത്ത് ഭാരപ്പെടണ്ട, നീ അതിനകത്ത് സങ്കടപ്പെടണ്ട. നിന്നെ അറിയേണ്ടത് ഞാനാ, നിന്നെ അറിഞ്ഞിരിക്കുന്നത് ഞാനാ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാനാ. ഞാനും നീയോട്ടുള്ള ബന്ധവും കൂട്ടിയാൽ മതി. അല്ല, ലോകത്തിലുള്ള ബന്ധം നീ കൂട്ടാൻ പോകണ്ട. അത് കൂട്ടണ്ടയാണെങ്കിൽ ആര് കൂട്ടിക്കോളും? കൂട്ടണ്ടല്ലാത്തത് കഥ കൂട്ടത്തില്ല. സ്തോത്രം. അതുകൊണ്ടാ നിന്റെ വാക്കുകളെ അവരെന്ത് ചെയ്യട്ടെ? ഏറ്റെടുക്കാതെ. എന്നെ അവർക്ക് അറിയത്തില്ല, പിന്നെ നിന്നെ എങ്ങനെ അറിയുന്നേ? എന്നെ അറിയത്തില്ല, എന്റെ മഹത്വം എന്തുവെന്ന് അവർക്ക് അറിയത്തില്ല, ഞാൻ ആരാന്ന് അവർക്ക് അറിയേണ്ട രീതി അറിയത്തില്ല, പിന്നെ നിന്നെ എങ്ങനെയാ അവർ ഏറ്റെടുക്കുന്നത്? നിന്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്നവനാരും ആരെ കണ്ടിട്ടില്ല? യേശുവിനെ കണ്ടിട്ടില്ല. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആരെ കണ്ടിട്ടില്ല? യേശുവിനെ അവര് കണ്ടിട്ടില്ല. അപ്പൊ പാപം ചെയ്യുന്നവന് യേശുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഇതാ കാര്യം. പാപം ചെയ്യുന്നവൻ എപ്പോഴും പാപം ചെയ്യുന്നവനോടുള്ള ബന്ധമേ ഉള്ളൂ. അല്ലാതെ പാപത്തിനെതിരെ നിൽക്കുന്ന
യേശുവിനോട് ഒപ്പം ഒരു ജീവിതം ആർക്കില്ല? അവർക്കില്ല. അതുകൊണ്ട് അവർ നമ്മളെ അംഗീകരിക്കാത്തത്. അവർ നമ്മളെ അംഗീകരിക്കാത്തതിന്റെ കാര്യം എന്തുവാ? അവർ പാപം ചെയ്യുന്നോണ്ട്. അവര് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരൊരിക്കലും നമുക്ക് ശത്രുവാകത്തില്ല, നമുക്ക് മിത്രമേ ആവൂ. നമ്മൾ പറയത്തല്ലയോ, ഞാൻ പറയുന്ന വാക്കൊന്നും അവരെ കേൾക്കുന്നില്ല, ഇല്ലയോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, ഞാനിനി സ്തോത്രം എന്തൊക്കെ നല്ല കാര്യം പറഞ്ഞാലും അവരെന്ത് ചെയ്യുന്നില്ല, അത് ഏറ്റെടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അവര് യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാത്തവരെ യേശുവിനെ എങ്ങനെ അറിയിക്കാൻ പറ്റും? ഞാൻ യേശുവിനെ അറിഞ്ഞു, അതുപോലെ അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ആ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവം തെരഞ്ഞെടുത്തയാണെങ്കിൽ അവരെ നിശ്ചയമായി ആരടുത്ത് വരും? കർത്താവിന്റെ അടുത്ത്. അല്ലെങ്കിൽ അവരൊരിക്കലും ആരടുത്ത് വരത്തില്ല? കർത്താവിന്റെ അടുത്ത് വരത്തില്ല. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായം മുതൽ വായിക്കും. സ്തോത്രം. അതിന്റെ 1 വാക്യം പോലും വരട്ടെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ ദൈവത്തിന്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. നിക്കോദിമോസ് വന്ന് കർത്താവിനോട് പറയുക, നീ ദൈവത്തിന്റെ പുത്രനാ, നീ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നവൻ. കാര്യം, ഈ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മളെ നോക്കി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ ദൈവത്തിലേക്ക് ആള് വരേണ്ടത് എന്തുവാ? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. അതുകൊണ്ടാണ് ഏത് പ്രതികൂലം വന്നിട്ട് നിങ്ങൾ തളർന്നു പോകാത്തത്, വീണ് പോകാത്തത്. നിങ്ങൾ ഇന്നും ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാ? ദൈവത്തിന്റെ മക്കളാണ്. ഇത് ആരെ കുറിച്ച് പറയണം? നമ്മെ കുറിച്ച് മറ്റുള്ളവര് പറയണം. പറയുന്നുണ്ടോ? സ്തോത്രം. നമ്മെ കുറിച്ച് പറയണം, നമ്മളെ തലമുറയെ നോക്കി പറയണം. നിങ്ങൾ അന്ന് ഇത്ര എതിർപ്പിന്റെ പ്രതികൂലത്തിന്റെ മധ്യയിലും യേശുവിനെ കൈവിടാതെ പോയത് കൊണ്ടാണ് നിങ്ങളുടെ തലമുറ അനുഗ്രഹപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹപ്പെടുന്നത്. ഞങ്ങൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ വീണില്ലല്ലോ, അവിടെ എല്ലാം നിങ്ങൾ ഉയർന്നു വന്നേ ഉള്ളൂ. കാരണം എന്താ? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇതാര് പറയണം? മറ്റുള്ളവൻ നമ്മളെ നോക്കി പറയണം. നിക്കോദിമോസ് വന്ന് യേശുവിനോട് പറയുക, ആരൊക്കെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും. കാര്യം എന്താണ്? ഇതെല്ലാം, ഈ അത്ഭുത പ്രവൃത്തികളെല്ലാം നടക്കണമെങ്കിൽ അവിടുന്ന് വരാതെ നടക്കത്തില്ല. ഈ ഒറ്റ വാക്ക് ദൈവമക്കൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. കർത്താവേ, ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നെങ്കിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ്, ദൈവം ചെയ്ത സ്നേഹമാണ്, ദൈവം ചെയ്ത കരുതലാണ്. ഇല്ല എന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്രാപിക്കാൻ പറ്റത്തില്ല, ഞാനിന്ന് ജീവനോടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ വിഷയമൊന്നുമല്ല, ദൈവം നേരത്തെ ചെയ്ത കാര്യമല്ല നമ്മൾ പറഞ്ഞു. നമുക്ക് പുതിയ വിഷയങ്ങളാണ്, പഴയ ഒരു വിഷയങ്ങളല്ല. പഴയ വിഷയങ്ങളെല്ലാം കേട്ടാൽ, പഴയ വിഷയങ്ങളെല്ലാം ഓർമ്മ വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഏത് സ്ഥിതിയിലാണ് ഇന്നിവിടെ വന്നതെന്ന്, ഇല്ലയോ? ഏത് അവസ്ഥയിലാണ് നമ്മൾ വന്നതെന്ന് നമുക്കറിയാം. ഏതെല്ലാം പ്രതികൂലത്തിന്റെ അവസ്ഥ, ഏതെല്ലാം നിന്നയുടെ അവസ്ഥ, ഏതെല്ലാം പരിഹാസത്തിന്റെ അവസ്ഥ, ഏതെല്ലാം മുൻവിധിയുടെ അവസ്ഥ, അവിടുന്നെല്ലാം അവരുടെ എല്ലാം മുൻവിധികളെ ഉടച്ചു മാറ്റി എന്റെ യേശു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന പ്രതികൂലത്തെ ഞാൻ ജയിക്കും. ഇങ്ങനെയല്ല പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രത്യാശ ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. നമ്മൾ അയ്യോ എന്താണ്, അയ്യോ പ്രശ്നമാണോ, മാറുന്നില്ലയോ, ഇതെന്താ മാറാത്തത്? പഴങ്ങനെ ഒടിച്ച പോലെ ഉള്ള പറച്ചിലാണ്. ദൈവത്തിനോട് ഓർക്ക്, ദൈവം ഓർക്ക് എന്തൊക്കെ ചെയ്ത് കൊടുത്താലും നന്ദിയില്ലെന്ന് തോന്നും, ഇല്ലയോ? നമ്മൾ ഒരാളെ സഹായിച്ച് കുറെ സഹായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കത്തില്ല. ഈ പിന്നെ ഈ സഹായിച്ചതെല്ലാം മറന്നിട്ട് പുതുതായിട്ട് ചോദിക്കുന്ന പോലെ പിന്നെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന നമുക്ക് ചൊറിഞ്ഞു വരൂ. പക്ഷെ ദൈവം അങ്ങനെ ചൊറിയുന്നില്ല. ദൈവം പിന്നെ സ്നേഹിക്കുക, പിന്നെ ദൈവം കരുതുക. ഇവൻ രക്ഷപ്പെട്ട് വരുമായിരിക്കും. പിന്നെ കർത്താവ് നമ്മളിൽ എന്തൊക്കെയോ കരുതൽ വെച്ചിരിക്കുക. ഇത് വരും.
നമുക്കെന്തുവാ? ദൈവം ഒരുപാട് ചെയ്താൽ തീർന്നു, ആ വിഷയം തീർന്നു. അടുത്ത വിഷയം പഴയത് അങ്ങ് മറന്നുപോയി. പഴയത് വെച്ചാൽ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഏത് രീതിയിലുള്ളവനാണ്, എന്നെ അന്ന് അനുഗ്രഹിച്ചതാണ് ഇന്ന് ഇതുവരെ കൊണ്ടുവന്നത്. എങ്കിൽ ഇനിയും എന്റെ ദൈവം അനുഗ്രഹിക്കും. ഇനി എന്റെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റം തരും. ദൈവത്തിന് മാത്രമേ എന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂ? മാറ്റം തരാൻ പറ്റൂ. കണ്ണുനീരിന്റെ രാത്രിയായിരുന്നു, തോരാത്ത രാത്രിയായിരുന്നു. സന്തോഷമെന്തെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഭയം 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 മാത്രമേ ഉള്ളായിരുന്നു. യേശുവിന്റെ ഉള്ളിൽ വന്നപ്പോൾ എന്റെ ഭയം മാറി, കണ്ണുനീര് മാറി, മുന്നോട്ടുള്ള പേടി മാറി. അയ്യോ, മുന്നോട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇന്നത് സംഭവിക്കുമോ എന്നുള്ള ഭയം മാറി. എനിക്ക് അതൊന്നും ഒരു വിഷയമില്ലാത്ത രീതിയിലേക്ക് മാറി. എന്റെ ദൈവം അപ്രകാരം ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്ത് മുന്നോട്ട് ഓരോ സ്റ്റെപ്പ് യേശു ക്രിസ്തുവിനെ വെച്ച് മുറുകി പിടിച്ചങ്ങോട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ജീവിതം മാറാൻ തുടങ്ങി. എന്നെ തിന്നിച്ചവർ, എന്നെ പരിഹസിച്ചവർ, എന്നെ തകർക്കുമെന്ന് പറഞ്ഞവർ, എന്നെ ഭയപ്പെടുത്തിയവർ, അവർ എന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. എന്നെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. കാര്യം ഞാൻ യേശുവിനെ മുറുകി പിടിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. പിന്നിലോട്ടല്ല സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയത്, മുന്നിലോട്ട് വെക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ യേശു എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി. ആ അനുഗ്രഹം ഇന്ന് ഞാൻ ദൈവത്തെ പാടി ആരാധിക്കുന്നത്. ആ അനുഗ്രഹം ഞാൻ ദൈവത്തെ ഉയർത്തി സ്തുതിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്. നിക്കോദെമോസ് പൂർണ്ണമായി മാറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവൻ യേശുവിന്റെ അടുത്ത് രാത്രി വന്നു യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങിയത്. അവന്റെ പൊസിഷൻ വേറെയാ. ഒരു വലിയ ലെവൽ, വലിയ പൊസിഷനിൽ അവൻ വരുന്നത്. അവൻ അതെല്ലാം മാറ്റി വെച്ചിട്ട് യേശുവിന് മുഖ്യസ്ഥാനം കൊടുക്കുന്ന കാര്യം എന്തുവാ? അവൻ യേശുവിന് ചിലത് പ്രാപിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവൻ പറയുമോ? രാത്രി വന്ന് ദൈവത്തോട് ചോദിക്കും. അടുത്ത വായിക്കാം. ഒരു മിനിറ്റ്. വീണ്ടും പുതുതായി ജനിച്ചില്ല എങ്കിൽ ഒരു മനുഷ്യന്റെ കാര്യം പോയി. നമ്മളെല്ലാം ജനിക്കുമ്പോഴും നമ്മളെല്ലാം പുറത്തെത്തി കർത്താവിന്റെ കൃപയാൽ നമ്മൾ പുറത്തു വന്നപ്പോൾ സ്തോത്രം, നമുക്ക് പലർക്കും പല വ്യക്തിത്വമാണ്, അല്ലേ? പല വ്യക്തിത്വമാണ് എന്ന് പറയാൻ നമ്മളെ മാതാപിതാക്കളുടെ, നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തല പ്രകാരമുള്ള ചില വ്യക്തിത്വത്തിന്റെ അടിമയായിരുന്നു. നമ്മൾ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശു നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ നമ്മളെ അറിഞ്ഞതാ യേശു, പേര് ചൊല്ലി വിളിച്ചതാ. പക്ഷെ നമ്മൾ യേശുവിനെ അറിഞ്ഞ കുറെ ടൈം കഴിഞ്ഞു. നമ്മൾ യേശുവിനെ അറിഞ്ഞപ്പോൾ, നമ്മൾ യേശുവിൽ പുതുതായി ജനിച്ചപ്പോൾ നമ്മളെ വ്യക്തിത്വം മാറി. നമുക്ക് ഒരു പുതിയ വ്യക്തിത്വം ഉണ്ടായി. ഏത് നാമത്തിൽ? യേശു എന്ന നാമത്തിൽ വ്യക്തിത്വം ഉണ്ടായി. ഇന്ന് പുതുതായി ജനിച്ചിട്ടും വ്യക്തിത്വം മാറിയിട്ടില്ലെങ്കിൽ നീ പുതുതായി ജനിച്ചിട്ടില്ല. പുതുതായി ജനിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിച്ചു വരുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് ഭയങ്കര കാഴ്ചപ്പാടോട് നിന്ന് കർത്താവിന്റെ ദാസന്മാര് ഭയങ്കര കാഴ്ചപ്പാടോട് വന്ന ഒരു ദൈവദാസന്മാർ. പക്ഷെ അവരുടെ കാലങ്ങൾ കഴിഞ്ഞ് അവരുടെ മക്കളെല്ലാം വളർന്നു കഴിഞ്ഞപ്പോഴേ കാഴ്ചപ്പാട് മാറി. അവരുടെ ഫോട്ടോ കാണുമ്പോൾ അറിയാം ഈ കാഴ്ചപ്പാട് മാറി. മക്കളുടെ കാഴ്ചപ്പാട് മാറി, കൊച്ചുമക്കളുടെ കാഴ്ചപ്പാട് മാറി. ഇവർ ഇത്രയും കാഴ്ചപ്പാടുള്ള വ്യക്തികളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവരുടെ മക്കളെ എന്ത് ചെയ്യണം? ആ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരണമാണ്. ആ കാഴ്ചപ്പാടിൽ അവർ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മക്കളെ എല്ലാം ഫോട്ടോ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അവരുടെ നിപ്പും അവരുടെ രൂപവും അവരുടെ വസ്ത്രധാരണവും അവരുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം കാണുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ഇന്ന ആളിന്റെ കൊച്ചുമക്കളോ അല്ലെ ഇന്ന ആളിന്റെ മക്കളോ. സ്തോത്രം. പക്ഷേ മക്കൾക്ക് ആ കാഴ്ചപ്പാടില്ല. കാര്യം എന്തുവാ? ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നു. ഞാൻ ഉദാഹരണം പറയും. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വന്നു. എന്റെ മക്കളെ കുറിച്ച് ശക്തമായ ദൈവത്തിന്റെ ദൂത് എനിക്ക് ലഭിച്ചു. ഞാൻ ദൈവസനി വന്നു. എന്റെ മക്കളെ കുറിച്ച് എനിക്ക് ശക്തമേറിയ ദൈവത്തിന്റെ ആലോചന, ദൂതുകൾ ലഭിച്ചു. മക്കളോട് പറഞ്ഞു. കർത്താവ് ശക്തമായിട്ട് മക്കളോട് പറയുക,
പ്രൈസ് ദി ലോർഡ്. ഇവർ അന്യരാജ്യങ്ങൾ കൈവശമാക്കും. ഇവർ അനുഗ്രഹപ്പെട്ടു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു. ഞാൻ അങ്ങനെ തോന്നുന്ന ആളല്ല, ഞാൻ തോന്നിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ പറയുക, ഈ പഴയ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർ നോക്കുമ്പോൾ അവര് കർത്താവിന്റെ സന്നിധി വന്ന് ദാരിദ്ര്യം അനുഭവിച്ചു, പട്ടിണി കിടക്കുന്നു, പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ പറയാം, മക്കൾ അന്യരാജ്യങ്ങളിൽ പോയി കൈവശമാക്കും, അന്യരാജ്യങ്ങളിൽ അവർ അറിയപ്പെടും, നിങ്ങളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലം. അപ്പോഴും സ്തോത്രം കൊണ്ടുപോയി. അപ്പോഴും ഈ പിതാവ് പറയുന്നില്ല, ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ അറിഞ്ഞതും ഇരട്ടിയായിട്ട് എന്റെ തലമുറ അറിയണമെന്ന് പറയുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ ദാരിദ്ര്യത്തിലാണ്. എന്നെ എന്റെ ബന്ധുക്കളും സ്വന്തക്കാരും പോകുന്നവരും വരുന്നവരും എല്ലാം നിന്ദിച്ചിട്ടേക്കോ, പരിഹസിച്ചിട്ടേക്കോ, അപമാനിച്ചിട്ടേക്കുവാ. ഇവൻ യേശുവിന്റെ കൂടെ പോയി ഇവൻ എന്ത് ലഭിച്ചു, എന്ത് ലഭിച്ചു? അപ്പൊ എന്റെ മക്കൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ, എന്റെ മക്കൾ ലണ്ടനിൽ എന്ന് പറഞ്ഞാൽ, എന്റെ മക്കൾ UK എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാ. കാര്യം എന്തുവാ? അവരങ്ങനെ പോയി രക്ഷപ്പെടാത്ത കാര്യം ഞാൻ ബൈബിൾ എടുത്ത് ഇറങ്ങിയോണ്ട് എന്റെ മക്കൾ അനുഗ്രഹപ്പെട്ടെന്ന് എനിക്ക് പറയണം. നല്ല കാര്യമാണ്. പക്ഷേ UK പോയാലും അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും രാജ്യത്തിന്റെ ഏത് രാജ്യത്തിൽ പോയാലും ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോക്കോട്ടെ. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം ഞാൻ കണ്ടതിലും ഇരട്ടിയായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് എന്റെ തലമുറ മാറണമെന്ന് പ്രാർത്ഥിക്കണം. ദൂത് തന്നപ്പോ ദൈവത്തോട് ഇതോടും പ്രാർത്ഥിക്കണം. ദൈവം അതാ ഇഷ്ടപ്പെട്ടു. ഇപ്പം ക്രിസ്റ്റി കൃപേ കെലുവിനെ കുറിച്ച് പലരും ഓഫറുമായിട്ട് പല രീതിയിലുള്ള ഓഫറുകൾ പറയാറുണ്ട്. അവരെ ബൈബിൾ കോളേജ് വിട്, അവരെ ഇനി ഞങ്ങളൊന്നും കൊണ്ടുപോയിക്കോളാം. സ്തോത്രം. അമേരിക്കയെ കൊണ്ടുപോയിക്കോളാം. അവരുടെ ബാക്കിയുള്ള പഠിത്തം ഞങ്ങൾ നോക്കിക്കോളാം. സ്തോത്രം. ഈ കാഴ്ചപ്പാടുകൾ ലണ്ടനിൽ പോകണം, UK പോകണം, ഈ കാഴ്ചപ്പാട് പറഞ്ഞ് അനേര് എന്റെ അടുത്ത് വരുന്നുണ്ട്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞു, പിള്ളേരെ അങ്ങനെ വിടണം കേട്ടോ, 3 പേരെ അങ്ങനെ വിടണം. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളെ കാഴ്ചപ്പാടല്ല എന്റെ കാഴ്ചപ്പാട്. സ്തോത്രം. ക്രിസ്റ്റിയോട്, കൃപയോട്, കെൽവിനോട് ഇങ്ങനെ ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട് പലരും. ഞാൻ അവരോട് പറഞ്ഞു, 3 കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ ഇന്ത്യക്കകത്തേ ചെയ്യത്തുള്ളൂ. അങ്ങനാണെങ്കിൽ ഇറങ്ങിയാൽ നീ അമേരിക്കക്കാരനായിട്ട് സൂചിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ അമേരിക്കയിലും ലണ്ടനിലും കാനഡയിലും പോവും, വിസിറ്റിങ്ങിന് പോയിട്ട് വാ, ശുശ്രൂഷിച്ചിട്ട് വാ. പക്ഷെ നിന്റെ വാസവും നിന്റെ വേലയും കിടക്കുന്നത് ഇന്ത്യക്കകത്താ. ഇന്ത്യക്കകത്ത് വേണ്ടിയാ നിന്നെ 3 ഞാൻ നേർന്നു പാർച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കാനഡയിൽ പോയി പഠിക്കാനും കാനഡയിൽ പോയി പരിപാടിയാണെങ്കിൽ ഇന്നേ അത് മുളയിലെ നുള്ളിക്കോ മോനെ, അത് നടക്കത്തില്ല. കാര്യം അതിന് ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ഞാൻ എന്തേ കുടുംബമായിട്ട് പോയത്. ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ മേഘാലയ പ്രതികൂലത്തിന്റെ, പ്രയാസത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കൂടെ പോവായിരുന്നു. ഞാൻ എന്നേ പോയേനെ കുടുംബമായിട്ട്, ഞാനും പോയി സെറ്റിൽ ആയേനെ, അവരുടെ വിദ്യാഭ്യാസം സെറ്റിൽ ആയേനെ. പക്ഷെ എനിക്കത് വേണ്ട. കാര്യം എന്നെ വിളിച്ചത് ദൈവം കഷ്ടത്തിനാണെങ്കിൽ എനിക്ക് 100 സ്തോത്രമേ ഉള്ളൂ. കാര്യം എന്തുവാ? ഈ കഷ്ടത്തിലും എന്റെ ദൈവത്തെ ഞാൻ കാണുന്നുണ്ട്. ആമേൻ. ഞാൻ മാളികപ്പുറത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കോടികളുടെ ഭവനത്തിനകത്തിരിക്കുമ്പോൾ, കാറിനകത്തിരിക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ദൈവത്തെ കാണത്തില്ല. അത് ദൈവത്തെ കാണത്തില്ല. ചുമ്മാ പേരുകൊണ്ട് വെന്മ പറയും, എന്റെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറയും. പക്ഷെ ദൈവമായിട്ട് എനിക്ക് ബന്ധം കാണത്തില്ല. പക്ഷെ ഞാൻ പട്ടിണിയാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം എന്തുവാ? എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നു. ഞാൻ പ്രാർത്ഥിച്ച എന്റെ റൂമിൽ കർത്താവ് ഇറങ്ങി വരും, ഞാനുമായിട്ട് നേരിട്ട് സംസാരിക്കും. എന്റെ സ്നേഹിതൻ എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്റെ യജമാനൻ എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്റെ അപ്പൻ എന്നോട് സംസാരിക്കുന്നത് പോലെ എന്റെ യേശു എന്റെ റൂമിനകത്ത് ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കും. അത് കേൾക്കണമെങ്കിൽ എന്റെ ദൈവം പറയുന്നത് ഞാൻ കേൾക്കണം. ഞാൻ പറഞ്ഞു, മക്കളമാരെ, നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ വേണ്ട, ഈ പ്ലാനിലാണെങ്കിൽ വേണ്ട, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളെ പരിപാടി മൊത്തം ഇന്ത്യക്കകത്താ, കേരളത്തിനകത്താ. കാര്യം എന്തുവാ? ഇവിടെ വേല ഒരുപാട് കിടക്കുക, കർത്താവിനെ അറിയിക്കാൻ കിടക്കുക. ഇവിടെ നീ ആരെ അറിയിച്ചാൽ മതി? കർത്താവിനെ അറിയിച്ചാൽ മതി. നിക്കറ് ബർമൂഡ ഇട്ട് ടീഷർട്ടും ഇട്ട് സ്തോത്രം വീതി മുളിയിൽ ഒരു ഉളിയും വെച്ച് ഫ്രഞ്ച് താടിയും വെച്ച് നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആശുഷ് പറയാനല്ല വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം വേണം, പക്ഷെ അതിനപ്പുറത്ത് ദൈവമുണ്ട്. ദൈവം നീയായിട്ടൊരു ബന്ധം വേണമെങ്കിൽ ദൈവം പറയുന്നത് നീ കേൾക്കാൻ ആഗ്രഹിക്കും. ഏലി പുരോഹിതൻ ശമൂവേൽ ബാലൻ ശിഷ്യനായിട്ട് വരുമ്പോൾ അവൻ ശമൂവേൽ ബാലനോട് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ
ഏലി പുരോഹിതൻ പറഞ്ഞു കൊടുത്തു. ഇവൻ ഓടി വന്ന് രണ്ടുപേരും കിടക്കുക, അപ്പുറത്ത് പോയി കിടക്കുക. ആര് കിടക്കുക? ശമൂവേൽ ബാലൻ കിടക്കുക, ഇവിടെ ഏലി പുരോഹിതൻ കിടക്കുക. ഇവൻ ഓടി വന്നിട്ട് യജമാനനെ എന്നെ വിളിച്ചു. പുള്ളി പറഞ്ഞ, ഞാൻ വിളിച്ചില്ലടാ, നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ പോയി കിടന്നു. അപ്പോഴും അവനെ ആര് വിളിക്കുക? ദൈവം വിളിക്കുക. ഇവൻ എന്ത് ചെയ്തു? പിന്നെ വന്നു യജമാനെ എന്നെ വിളിച്ചു. ഞാനിപ്പോ ഓർക്കുമോ, ഇവന് ഉറക്കമില്ല. ഇവൻ യജമാന്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. ശമൂവേൽ ബാലൻ പിന്നെ വന്ന് ആരോട് ചോദിക്കുക? സ്തോത്രം, യജമാനെ എന്നെ വിളിച്ചു. മൂന്നാമതായപ്പോ ഏലി പുരോഹിതന് മനസ്സിലായി ഇത് ആരാ വിളിക്കുന്നത്. ഏലി പുരോഹിതൻ പറഞ്ഞു, അടിയൻ ഇതാണെന്ന് പറയാൻ പറഞ്ഞു. നിന്നെ ഇനി വിളിക്കുമ്പോ നീ അടിയൻ ഇതാന്ന് പറയാം. അന്ന് രാത്രി ശമൂവേൽ ബാലനോട് ആര് സംസാരിച്ചു? യഹോവയെ ദൈവം ഇറങ്ങി സംസാരിച്ചു. സ്തോത്രം. ഇത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം പറയുന്നതിലേക്ക് നിന്റെ ചെവി കൊണ്ടുവരണം. അല്ലാതെ മനുഷ്യൻ പറയുന്നതോ മനുഷ്യന്റെ ബന്ധത്തിന് പ്രകാരമോ നിന്റെ ചെവിയെ കൊണ്ടുവരല്ലേ. യേശു പറയുന്നതിലേക്ക് എന്ത് ചെയ്യണം? നിന്റെ ചെവിയെ കൊണ്ടുവരണം. എങ്കിലേ യേശു പറയുന്ന ആർക്ക് കേൾക്കാൻ പറ്റും. ഞാൻ ദേവാസനോട് പറഞ്ഞു, ദേവാസ ഇങ്ങനെയല്ല. സ്തോത്രം. ദേവാസൻ നിങ്ങൾക്ക് എന്നെ അറിയാലോ, വർഷങ്ങൾ കൊണ്ട് അറിയാലോ. എന്റെ റൂട്ട് വേറെയാണ്. സ്തോത്രം. നിങ്ങളുടെ എല്ലാം റൂട്ടിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നെ വിട്ട് എന്റെ റൂട്ട് വേറെ. ഓ, കുറച്ചു നാളെല്ലാം കഴിയുമ്പോഴും നിങ്ങളും പറയും, മോന് ലണ്ടനിലാണെന്നും കാനഡയിലാണെന്നും അമേരിക്കയിലാണെന്നും അവര് ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ആവുന്നതെന്നും പറയും. ഞാൻ ഒരുപാട് കാല് പിടിച്ച് പറഞ്ഞു. എനിക്കറിയാം, എന്റെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. എന്റെ സ്വഭാവം എവിടെ കൊണ്ട് നിർത്തുമെന്ന് എനിക്കറിയാം. ഈ സ്നേഹബന്ധം നശിപ്പിക്കല്ലെന്ന് ആഗ്രഹിക്കുന്നവനെ പ്രൈസ് ലോ. ഈ ദേവദാസൻ എന്നെ വിടത്തില്ല. പ്രൈസ് ലോ. പിന്നെയും കുണ്ടറയുള്ള മനുഷ്യനാണ്. പിന്നെ എന്നെ ചുമന്നുകൊണ്ടിരിക്കും. ഞാൻ ലാസ്റ്റ് പറഞ്ഞ്, നിങ്ങളുടെ തന്തയല്ല എന്റെ തന്ത. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ. ആ തന്തയുടെ പേര് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ആ തന്തയുടെ സ്വഭാവം ഞാൻ കാണിക്കത്തുള്ളൂ. അല്ലാതെ കാണുമ്പോൾ അങ്ങോട്ട് വളയുക, ഇങ്ങോട്ട് വളയുക. അയ്യോ, മക്കളെ ആഗ്രഹമല്ലയോ, മക്കളെ സ്തോത്രം ആഗ്രഹത്തിനനുസരിച്ച് അവർ വളരട്ടെ. ലോകം അങ്ങനല്ലയോ, ലോകം ഇങ്ങനല്ലയോ. ഇങ്ങനൊന്നും പോകുന്നതല്ല. ലോകം അങ്ങനായാലും അങ്ങനായാലും എല്ലാം ബൈബിൾ മാറിയിട്ടില്ല. 2024 വർഷമായി ലോകത്തിൽ പല മാറ്റങ്ങളുണ്ടായി, പലതും കണ്ടുപിടിച്ചു, പലതിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ എന്ത് മാറിയിട്ടില്ല? ബൈബിൾ മാറിയിട്ടുണ്ടോ? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് എനിക്ക് എത്രയ്ക്ക് നിവർത്തിയിട്ടുണ്ടാവും. ആ പാസ്റ്ററോട് ഡീസന്റ് ഇപ്പൊ എന്നോട് ഭയങ്കര കാര്യമാണ്. എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങളെ കാഴ്ചപ്പാട് അങ്ങനെ. ഞാൻ അത് മുമ്പേ അങ്ങ് പറഞ്ഞ പോലെ എന്തിനാ ആവശ്യമില്ലാത്ത വാക്കല്ല എന്നെ കൊണ്ട് ഉപയോഗിച്ചത്. സ്തോത്രം. അപ്പൻ പറഞ്ഞ ശരിയാവും. ആ വാക്കിന് ഒരു ചുണ്ട് മയം കാണും, മറ്റേത് ചില മയം കാണത്തില്ല. അതുകൊണ്ടാണ് തന്തയെന്ന് പറഞ്ഞത്. സ്തോത്രം. എനിക്ക് എന്റെ യജമാനനെ അറിയാം, എന്റെ അപ്പനെ എനിക്കറിയാം. എന്റെ അപ്പൻ യേശുവ, എന്റെ യജമാനൻ യേശുവ, എന്റെ പ്രഭു യേശുവ. അല്ലാതെ ഞാൻ ജോൺസന്റെ മോനായിട്ട് ജനിച്ചെന്ന് പറഞ്ഞു ജോൺസൺ അല്ല എന്റെ അപ്പൻ. എന്റെ അപ്പൻ യേശുവ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ കരുതി എനിക്ക് വേണ്ട തരുവാൻ കഴിവുണ്ടെങ്കിൽ അതെന്റെ അപ്പനായ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ജോൺസൺ എന്ന് പറഞ്ഞ എന്റെ അപ്പന് ചില കാര്യങ്ങൾ മാത്രമേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്ത് ചെയ്തു തരുവാൻ ആർക്ക് കഴിയും? എന്റെ സ്വർഗത്തിൽ അപ്പന് കഴിയും. ആ അപ്പനെ ഞാൻ സേവിക്കുന്നു, അപ്പന് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. ഈ ഒറ്റ വാക്ക് പറഞ്ഞ് പുള്ളി ഡീസന്റ്. പുള്ളി ഭയങ്കര കാര്യമാണ്. പുള്ളി ആവശ്യമില്ലാത്ത കാര്യം പറയത്തില്ല. സ്തോത്രം. പുള്ളിയുടെ മകളെ BS നേഴ്സിംഗിന് വിട്ടു. പൈസ കൊണ്ട് മൊത്തം അടച്ചു, ലക്ഷങ്ങൾ അടച്ചു. ആ കൊച്ചു മെന്റലായിട്ട് പുറത്തു. ഇന്ന് വീടിനകത്ത് മെന്റലായിട്ടിരിക്കുക. വീടിനകത്ത് അടുത്ത കോഴ്സ് പഠിപ്പിക്കാൻ പോയി, അതിലും മെന്റലായിട്ട് വന്നു. ലക്ഷങ്ങളാ മുടക്കുന്നത്. ഏതിലുള്ളതാ? കർത്താവിന്റെ വേലക്കാർക്ക് കിട്ടിയ പൈസ എടുത്തായി ചെയ്യുന്നത്. എന്നിട്ടാ എന്നെ ഉപദേശിക്കാൻ വരുന്നു. സ്തോത്രം. അതിനകത്തൊരു കാര്യമുണ്ട്. ഈ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുണ്ടറെ ഇവരുടെ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ഈ ദേവദാസനോട് സാക്ഷ്യം പറഞ്ഞു. അവര് കുണ്ടറയില് ഇന്ന ട്യൂട്ടോറിലാണ് പഠിക്കുന്നത്. സ്തോത്രം. അവിടെ മോളെ ഞായറാഴ്ച നേരത്തെ ക്ലാസ് തുടങ്ങുമ്പോഴങ്ങ് വിടും. അവിടെ ട്യൂഷൻ എന്നേ പറ്റൂ. 10ല ട്യൂഷൻ എന്നേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഇന്ന് 2 ബുക്കൂട് മേടിച്ചു വെക്കും. പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് ഈ ബുക്കൂടും.
ഞാൻ ഓർത്ത് ഈ പൊട്ട എന്നോട് ഇത് പറയാതിരുന്നായിരുന്നു ഈ കൊള്ളായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കാൻ പറ്റൂ? പറയാതെ തിരിച്ചു വന്ന എന്റെ ദൈവം എന്നോട് ചോദിക്കത്തില്ല. ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോ എടുത്തിട്ട് പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ എടാ നിന്റെ ബുക്ക് പൂജയ്ക്ക് വെക്കാനുള്ള ബുക്കാണ്, അതുപോലെ ഞായറാഴ്ച വിടാനുള്ള കൊച്ചാണോ ഇത്? ഇത് ദൈവത്തെ ആരാധിക്കാൻ കൊച്ചാ. സ്തോത്രം. അന്ന് എനിക്ക് എന്റെ വായിന്ന് അറിയാതെ ചില വാക്കുകൾ വന്നു. ഞാൻ ഇന്ന് ആ കൊച്ചു അനുഭവിക്കുന്ന കാണുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, അന്നത്തെ വാക്ക് അതേപോലെ പഠിച്ചു. കാര്യം എന്തുവാ? ദൈവത്തിന് വില കൊടുക്കേണ്ടതാ തലമുറ. എനിക്ക് തലമുറ തന്നിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? ഞാൻ നിങ്ങളോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് തലമുറ തരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്തിൽ കാണുന്നതല്ല, ഞാൻ പ്രാപിച്ചത് ഇരട്ടി 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 അവർ പ്രാപിക്കണം. ഞാൻ പ്രാപിച്ച പോലെ ആവല്ലേ, അതിന്റെ ഇരട്ടിയാവണം. എങ്കില് ഇവർ തീയായി പുറത്തു വെക്കും, തീയായി പുറത്തു വെക്കും. സ്തോത്രം. 3 തലമുറയെ കുറിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു. 3 തലമുറയെ ഞാൻ വെച്ചിരിക്കുന്ന കർത്താവിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നന്മയല്ല, അനുഗ്രഹമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതെല്ലാം മാറ്റിക്കോ. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം, ദൈവമക്കളെ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ടൊന്ന് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പലരും ഓർക്കും 2 നില വീട് കിട്ടുന്നത് ഒരു അനുഗ്രഹമാണ്. പലരും ഓർക്കും ഒരു വലിയ കാർ കിട്ടുന്നത് അനുഗ്രഹമാണ്. പലരും ഓർക്കും വലിയ സാലറി മേടിച്ച് ജോലി ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. പലരും ഓർക്കും തലമുറകൾക്ക് ജോലി കിട്ടിയ ഒരു അനുഗ്രഹമാണ്. പലരും ഓർക്കും തലമുറക്ക് അഡ്മിഷൻ കിട്ടിയത് ഒരു അനുഗ്രഹമാണെന്ന്. പലരും ഓർക്കും തലമുറകൾ പഠിക്കുന്ന ബുദ്ധി കാണുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. ഇതൊന്നുമല്ല അനുഗ്രഹം. പുതിയ നിയമസഭയ്ക്കകത്ത് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് അസാധ്യമായത് ദൈവം തരുന്നതെല്ലാം അനുഗ്രഹമാണ്. ഇതെല്ലാം എനിക്ക് അസാധ്യമാ, പക്ഷെ ഇതെല്ലാം ദൈവം തന്നതാ. പക്ഷേ ഇത് അനുഗ്രഹമല്ല. എനിക്ക് വീട് തന്ന ദൈവം, കാറ് തന്ന ദൈവം, ജോലി തന്ന ദൈവം, തലമുറ തന്ന ദൈവമാ, തലമുറ പഠിപ്പിക്കുന്ന ദൈവമാ, തലമുറ അയക്കുന്ന ദൈവമാ. പക്ഷേ ഇതൊന്നുമല്ല അനുഗ്രഹം. അനുഗ്രഹമാണോ? പറയണോ? അനുഗ്രഹമാണോ? അനുഗ്രഹമാണോ? അനുഗ്രഹമാണ് നീ സ്വർഗത്തിൽ പോകുമ്പോൾ 2 നില വീട് കൊണ്ടുപോകണം. പറ്റുമോ? അനുഗ്രഹമാണ് നീ പഠിച്ച വിദ്യാഭ്യാസത്തിന് ഡിഗ്രിയുമായിട്ട് കയറി പോകണം. പറ്റുമോ? അനുഗ്രഹമാണെങ്കിൽ നിന്റെ ബാങ്ക് ബാലൻസുമായിട്ട് നീ പോകണം. പറ്റുമോ? നമ്മൾ മരിക്കുമ്പോഴേ നമ്മളെ മക്കൾ ആദ്യം വന്ന് നോക്കും ബാങ്ക് ബാലൻസ് ഉണ്ടോ. നേരെ എന്നിട്ട് എന്ത് ചെയ്യും? മരണ സർട്ടിഫിക്കറ്റ് എടുത്തില്ല, ബാങ്ക് മരിച്ചു കേട്ടോ, ഞങ്ങൾ 2 മക്കളെ പെട്ടെന്ന്. അനുഗ്രഹമാണെങ്കിൽ ആ പണം കൊണ്ടുപോകും. അനുഗ്രഹമാണെങ്കിൽ ആ പണം കൊണ്ടുപോകും. പണം ഉപേക്ഷിച്ചിട്ടേ ആ പണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ അത് അനുഗ്രഹം എന്ന് ഞാൻ പറയാം. എന്റെ മോൻ ലണ്ടനിൽ പോയി പഠിക്കുന്നു, ലണ്ടനിൽ ജോലി ചെയ്യുന്നു. അനുഗ്രഹം എന്ന് പറയാൻ പറ്റൂ? ലണ്ടൻ കൊണ്ടുപോകണം. പറ്റുമോ? ഒന്നും കൊണ്ടുപോകത്തില്ല. ഒരു തുണി പോലും കൊണ്ടുപോകത്തില്ല. നീ വന്നത് തുണി ഇല്ലാത്തവനായിട്ടാ വന്നേ. നീ പോകുമ്പോഴും തുണി ഇല്ലാത്തവനായിട്ടാ പോകുന്നത്. ചിലവർ കടക്കുമ്പോൾ ഷൂവും കോട്ടും അമികാലൊരു സ്തോത്രം പുതിയ കണ്ണാടിയെല്ലാം ഇട്ടിട്ട് വെക്കും. സ്വന്തം ചിലപ്പം ചില ബോഡിക്കകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഷർട്ടിന്റെ ഇവിടെ വിലയും കാണും. വില വരെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകത്തില്ല. ശരീരം പോലും കൊണ്ടുപോകത്തില്ല. അനുഗ്രഹമാണോ? അപ്പോഴെന്താണ് അനുഗ്രഹം? എന്താണ് അനുഗ്രഹം? ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയത് അനുഗ്രഹം. യേശുവിനെ നീ കണ്ടുമുട്ടിയത് അനുഗ്രഹം. യേശുവിനെ നീ അറിയാൻ തുടങ്ങിയത് അനുഗ്രഹം. യേശുവിന് വേണ്ടി വിശ്വത്തിനോട് ജീവിക്കുന്നതാണ് അനുഗ്രഹം. പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ പ്രാപിച്ചതാണ് അനുഗ്രഹം. ആരാധിക്കുമ്പോൾ മതിമറന്ന് ആരാധിക്കുന്നതാണ് അനുഗ്രഹം. മറ്റേതെല്ലാം നിനക്ക് തരുന്ന ചില ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് നശിച്ചു പോകും. ഗിഫ്റ്റ് ഒരിക്കലും കൂടെ കൊണ്ടുപോകും. ഒരു വാച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നു. വാച്ചിന് കൂടിപ്പോയ 10 കൊല്ലം ഗ്യാരണ്ടി കാണും. 10 കൊല്ലം കഴിയുമ്പോൾ തീർന്നു. പുതിയ വാച്ച് മേടിക്കും, ഇല്ലയോ? അല്ലെങ്കിൽ വാച്ച് കിട്ടി 2 കൊല്ലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വാച്ച് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി, ദൂരെ കളയിപ്പിക്കും. അല്ലെങ്കിൽ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ മോഡൽ മാറി, ദൂരെ കളയൂ.
ഇതെല്ലാം ഗിഫ്റ്റാ, ഈ തരുന്നതെല്ലാം ഗിഫ്റ്റാ. ഇതിന്റെ പിന്നാലെ പോകാൻ ആര് പറഞ്ഞിട്ടില്ല? ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ യേശുവിനെ നോക്കി ഓടുന്നവന് ഇത് കൊടുക്കും, സമ്പത്ത് കൊടുക്കും. മറ്റുള്ളവരുടെ വേണ്ടി കൈനീട്ടാൻ സമ്മതിക്കത്തില്ല, ലജ്ജിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, അപമാനിക്കാൻ സമ്മതിക്കത്തില്ല, മുൻവിധിക്കാൻ സമ്മതിക്കത്തില്ല. ലോകത്തിലുള്ളത് വെച്ചാണല്ലോ മുൻവിധിക്കുന്നത്. ആണോ? ലോകത്തിന്റെ നന്മ വെച്ചല്ലേ മുൻവിധിക്കുന്നത്, ലോകത്തിന്റെ സമ്പത്ത് വെച്ചല്ലേ മുൻവിധിക്കുന്നത്, രോഗത്തെ വെച്ചല്ലേ മുൻവിധിക്കുന്നത്. ഇതൊന്നും എന്ത് ചെയ്യത്തില്ല. ആരനുവദിക്കത്തില്ല? കർത്താവ് അനുവദിക്കത്തില്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് വന്നിട്ട് പിന്നെ നീ എന്താണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോ പത്രോസിനോട് പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് തരും, കഷ്ടങ്ങളോടൊപ്പം 100 മടങ്ങ് തരും. അപ്പൊ ദൈവപൈതലിന് കഷ്ടമുണ്ട് ഭൂമി, പ്രയാസമുണ്ട് ഭൂമി എന്ന് പറഞ്ഞ് നന്മകളും അനുഗ്രഹങ്ങളും. 2 നില വീട് കിട്ടത്തില്ല, കാറ് കിട്ടത്തില്ല, സ്കൂട്ടർ കിട്ടത്തില്ല, പണം കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല, കുടുംബജീവിതം കിട്ടത്തില്ല, അല്ലെങ്കിൽ പ്രൈസറോ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യത്തില്ല. ഇതൊന്നുമല്ല, ഇതെല്ലാം ഇരട്ടി ദൈവം തരും. പക്ഷെ ഇതിന്റെ പിന്നാലെ പോകാനല്ല ദൈവം വിളിച്ചത്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നതാണ് അനുഗ്രഹം. ആ പ്രത്യാശ നോക്കി ഓടുന്നവൻ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല, അവൻ ഒരിക്കലും അപമാനപ്പെടത്തില്ല. ഇന്ന് ലോകത്തിന്റെ നന്മകളെ നോക്കി, തലമുറകളെ നോക്കി, അവർക്ക് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടുകാരുടെ നന്മ നോക്കി ഓടുന്നത് കൊണ്ട് നീ ലജ്ജിക്കപ്പെടുന്നത്. ലജ്ജിക്കപ്പെടാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രത്യാശ നോക്കി ഓട്. ആ നിനക്ക് തന്നിരിക്കുന്ന പ്രത്യാശ നോക്കി നീ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? ലജ്ജിപ്പിക്കുവാൻ ആരും സമ്മതിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. Yes. Hallelujah. Praise the Lord. സ്തോത്രം. ഞാൻ ഓർക്കാറുണ്ട്, ഈ പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു പറഞ്ഞപ്പോ അന്ന് മുതൽ ഈ അനുഗ്രഹം വെച്ച് പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അനുഗ്രഹം വാരി കൊടുത്തു. അനുഗ്രഹം ഏത് അനുഗ്രഹമാ? ഭൂമിയിലുള്ള ഗിഫ്റ്റിന് അല്ലെങ്കിൽ ഭൂമിയിലുള്ള സ്തോത്രം നന്മയ്ക്ക് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനുഗ്രഹം അതല്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെ അനുഗ്രഹിച്ചു. പല രാജ്യങ്ങൾ ദൈവം അയച്ചു. സ്തോത്രം. കെട്ടിച്ച് മക്കളും ഉണ്ടായിട്ട് അമ്മയാലെ വെല്ലുമ്മ വരെ ബ്രഹ്മണോടായിട്ടാണ് നിൽക്കുന്ന ഫോട്ടോഗ്രാഫി. ആ ലെവലിലേക്ക് മാറി, പരിഷ്കാരം കൂടി, ലോകത്തിന് അടിമയായി, ലോക ചിന്തകൾക്ക് അടിമയായി. നേരത്തെ ഒരു വചനം പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ ലോകക്കാർ നിങ്ങളെ അംഗീകരിക്കാത്തതിന്റെ കാര്യം ലോകക്കാർ ആരെ അറിഞ്ഞിട്ടില്ല? യേശുവിനെ അറിഞ്ഞിട്ടില്ല. യേശുവിനെ അറിഞ്ഞവരെ യേശുവിനെ ഇതിപ്പം ഇവർക്ക് യേശുവിനെ അല്ല വേണ്ടേ, ആരെയാ വേണ്ടേ? ലോകക്കാരെ വേണ്ടേ. അപ്പൊ അവരെന്ത് ചെയ്തു? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം എന്ത് ചെയ്തു? ലോകക്കാരായി. ലോകക്കാരൻ ആരുമായിട്ട് ബന്ധമില്ല, വെല്ലിപ്പൻ ദൈവമായിട്ട് ബന്ധമുണ്ട്. ആ വെല്ലിപ്പനെ കൊണ്ടുവന്ന് ഫ്രണ്ട് ഇരുത്തി ഒരു ഫോട്ടോ എടുക്കും. വെല്ലിപ്പന് പോലും അപമാനമാണ്. വെല്ലിപ്പൻ ഭയങ്കര കാഴ്ചപ്പാടായിരുന്നെന്നാ പറയുന്നത്. പക്ഷെ വെല്ലിപ്പന് കാഴ്ചപ്പാടുണ്ടായിരുന്നു, നാട്ടുകാരോട് ഭയങ്കര കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ സ്വന്തം ഭവനത്തോടില്ലായിരുന്നു. സ്വന്തം ഭവനത്തിൽ കാഴ്ചപ്പാട് വേണ്ടേ? മക്കൾക്ക് ഭാര്യയ്ക്കും കാഴ്ചപ്പാട് വേണ്ടേ? എനിക്ക് മാത്രം കാഴ്ചപ്പാട് മതിയോ? നാട്ടുകാർക്ക് കാഴ്ചപ്പാട് കൊടുത്താൽ മതിയോ? ഭവനത്തിനകത്ത് കാഴ്ചപ്പാട് വേണ്ടേ? കാഴ്ചപ്പാട് വരുത്തണം. പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്വന്തം ഭവനത്തിൽ ഭരിച്ചിട്ട് വേണം നീ സഭയെ ഭരിക്കേണ്ടത്. സ്വന്തം മക്കളെ ഭരിച്ചിട്ട് വേണം സഭയെ ഭരിക്കേണ്ടത്. സ്വന്തം ഭാര്യയെ ഭരിച്ചിട്ട് വേണം നീ സഭയെ ഭരിക്കേണ്ടത്. സ്തോത്രം, സ്തോത്രം. വീണ്ടും ജനനം കുഞ്ഞുകളിയല്ല. ഇന്നലെ വരെ ഞാൻ പല വ്യക്തിത്വത്തിൽ ജീവിച്ച വ്യക്തിയാണ്, പല കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്റെ പശ്ചാത്തലം മാറി. എനിക്ക് ഒറ്റ പശ്ചാത്തലമേ ഉണ്ടാവാവൂ. എന്തുവാ? പ്രത്യാശ എന്ന് പ്രത്യാശ. ആ പ്രത്യാശ എന്നുള്ള പശ്ചാത്തലത്തിൽ മാത്രമേ നോക്കി ഓടാവൂ. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യം ആർക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ അനുഗ്രഹമാണെങ്കിൽ എത്രയെല്ലാം ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ജീവിക്കുന്നവനാന്ന് പറഞ്ഞാലും, ലോകപരമായി ജീവിക്കുന്നവനാന്ന് പറഞ്ഞാലും, ജനിച്ചാൽ മരണവും ഈ ലോകത്തൊന്ന് വിട്ടുപോയേ പറ്റും. ഈ ശരീരത്തെ വിട്ടുപോയേ പറ്റും. ഇല്ലേ? ഇതിനെ വിട്ടുപോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതല്ല അനുഗ്രഹം, ആണോ? ഇവിടെ തരുന്ന നന്മകൾ മാത്രമല്ല. നന്മകൾക്ക് വേണ്ടിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്.
എന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. എന്റെ നിക്ഷേപം മൊത്തം പണത്തിന്റെ മേലാണെങ്കിൽ, ഇന്ന് എബ്രായ പുസ്തകത്തിനകത്ത് ഒരു വാക്യം വായിച്ചു ഇല്ലയോ? ദിവ്യാഗ്രഹം. മംഗളമണി എന്നില്ലേ വായിച്ചു? ദിവ്യാഗ്രഹം. ദിവ്യാഗ്രഹം വിട്ടുമാറിക്കോണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലൊന്നിനെയുള്ള മോഹം വിട്ടുമാറിക്കോണം. നിന്റെ ആഗ്രഹം മൊത്തം ആരോടായിരിക്കണം? കർത്താവിനോടായിരിക്കണം, പ്രത്യാശയോടായിരിക്കണം. ഈ പ്രത്യാശ ഓടി പോകുന്നുവെങ്കിൽ ഇതെല്ലാം ദൈവം തരും. ഇതിനെയെല്ലാം നീ അപ്പോഴും നീ ചപ്പും ചവറുമായിട്ട് കാണും. ചപ്പും ചവറുമായിട്ട് കാണും. ഒരുവൻ നമ്മളെ സാമ്പത്തികമായി നഷ്ടപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ഒരുവൻ നമ്മളെ സാമ്പത്തികമായി നമ്മളെ ചതിച്ചാൽ, നമ്മൾ അതിനെ ചപ്പും ചവറുമായിട്ട് കാണും. കാര്യം എന്തുവാ? നമുക്ക് അതിലും വലിയ ദൈവമാണ്. ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി ആർക്ക് തരാൻ പറ്റും? എന്റെ ദൈവത്തിന് തരാൻ പറ്റും. എനിക്ക് ഇവിടെ 5000 രൂപ പോയിട്ടുണ്ടെങ്കിൽ 50,000 രൂപ തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇരട്ടിയാന്നുള്ളത് 5 ഇരട്ടിയായി. 5 ഇരട്ടിയായി ആർക്ക് തരാൻ പറ്റും? എന്റെ ദൈവം. അത് വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് 5000 പോകുന്ന സ്ഥാനത്ത് 50,000 ആര് തരും? കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. നീ 50,000 കയറിയാലും 50 കോടി വന്നാലും നീ അഹങ്കരിക്കത്തില്ല, നിഗളിക്കത്തില്ല. ആരെ നോക്കിപ്പോയാ? ക്രിസ്തുവിനെ നോക്കിപ്പോയാ. എന്ന് ഇതിനെ നോക്കിയാൽ, ഈ ധനത്തെ നോക്കിയാൽ, ഈ ദിവ്യാഗ്രഹത്തെ നോക്കിയാൽ നീ എവിടേക്ക് പോകും? നിന്റെ ഹൃദയം പോകും. ആരിൽ നിന്ന് മാറും? യേശുവിന് മാറും. അതാണ് ഈ പഴയ പിതാക്കന്മാർക്ക് സംഭവിച്ച വിഷയം. തലമുറ വന്നപ്പോ ആരുമായിട്ട് പോയി? ദൈവമായിട്ട് പോയി. എന്നെ പഠിപ്പിക്കാൻ കുറെ ടീമുകൾ വരാറുണ്ട്. അങ്ങനല്ല, പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, ഇതൊന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകാം. ബൈബിൾ പറയുന്ന പ്രകാരമേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അതെന്തോ ഇങ്ങനെ നിങ്ങൾ മാത്രം. ഞങ്ങൾ ഇങ്ങനെ, കർത്താവ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് മനുഷ്യന്റെ മുഖസ്തുതി വേണ്ട, മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ആറ് സർട്ടിഫിക്കറ്റ് മതി? ദൈവത്തിന്റെ മതി. ദൈവത്തിന്റെ മതി. സ്തോത്രം, സ്തോത്രം. എന്നോട് തന്നെ എന്റെ ബന്ധുക്കളിൽ വെച്ചിട്ടുണ്ട്, എന്റെ ഭവനത്തിൽ എന്റെ അമ്മ എന്നോട് വെച്ചിട്ടുണ്ട്, എടാ നീ മാത്രം ഇങ്ങനെ പോകുന്നു. അവിടെ ബൈബിൾ എടുത്തോരല്ല ഈ രീതിയിൽ പോകുമ്പോൾ നീ എന്തും ഇങ്ങനെ പോകുന്നത്? എനിക്കത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ പോകുന്നത്. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്നെന്ന് ഞാൻ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ്. ദൈവത്തെ യഥാർത്ഥമായി ദൈവത്തിന്റെ ദർശനം വെളിപ്പെട്ടത് കൊണ്ടാ. ലോകത്തിന്റെ മോഹത്തിനല്ല ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിയത് പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. അന്ന് മുതൽ അമ്മയായിട്ടുള്ള ബന്ധം മാറ്റി നിർത്തിയേ കൊണ്ട്. അമ്മയല്ല എനിക്ക് വലുത്, എന്റെ കർത്താവ് എനിക്ക് വലുത്. ഇനി അമ്മ എന്റെ കൂടെ ഞാൻ ജഡത്തിന്റെ പിന്നാലെ പോകും. ആ മോഹം എനിക്ക് വേണ്ട, ആ ഉപദേശം എനിക്ക് വേണ്ട, ആ കൂട്ടുകെട്ട് എനിക്ക് വേണ്ട, ആ ബന്ധം എനിക്ക് വേണ്ട, സ്വന്തം എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് പ്രത്യാശയാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ദൈവത്തോട് എപ്പോഴും നന്ദി പറയാറുണ്ട്. ദൈവത്തെ എപ്പോഴും സ്തുതിക്കാറുണ്ട്. സ്തോത്രം. ഭാര്യക്കായാലും മക്കൾക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊങ്ങും. അതുകൊണ്ട് ആ പൊങ്ങാൻ പറയാതിരിക്കുന്നത്. സ്തോത്രം. ഇവർക്കൊന്നും ഇതുവരെ ഇന്നത് വേണോ അത് വേണോ എന്ന് പറയാറില്ല. അയ്യോ നമുക്കും വേണ്ടായോ എന്ന് പറയാറ്. ഞാനേ പലപ്പോഴും പറയാറുള്ളത്, നമുക്ക് ചർച്ച വേണം, ഭവനം വേണം, മറ്റേ കാര്യം വേണം, ഇത് വേണം എന്ന് പറയുമ്പോഴും പറയാം. ഇവരൊന്നും അതിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം എന്തുവാ? ആ കാഴ്ചപ്പാട് നിൽക്കുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാട് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് തലവേദനയായി. അവർക്ക് എവിടെ വേണമെങ്കിൽ കിടക്കാൻ തയ്യാറാണ്. അവരെന്ത് സാഹചര്യങ്ങളെ ധാരണം ചെയ്യാൻ തയ്യാറാണ്. കാര്യം എന്തുവാ? യേശു പറഞ്ഞിട്ടുണ്ടോ? അനുഭവിക്കാൻ തയ്യാറാണ്. അവർക്ക് അയ്യോ ഞങ്ങൾ ഇങ്ങനെല്ലാം യേശുവിന് വേണ്ടി ചെയ്തെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് നല്ല സ്വഭാവമാണ്. അതാ വേണ്ടത്. കാര്യം എന്തുവാ? എന്തെങ്കിലും യേശുവിന് വേണ്ടി ചെയ്തിട്ട് സ്വന്തം ഇല്ലയോ ബൈബിൾ എടുത്തുകൊണ്ട് പോയി ഒരു അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഫേസ്ബുക്കിനകത്ത് അയ്യോ ദേവദാസൻ എന്നെ അടിച്ചു. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഇതല്ല ഉണ്ട്. ഇതൊന്നും നീ പറയണ്ട. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയേക്കുന്നേ. നീ ക്രിസ്തുവിന് വേണ്ടി അടിയുണ്ട്. നീ ഇത് പറയുമ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. ദൈവം പിന്നെ തരുമോ? നീ മിണ്ടാതിരി, പ്രതിഫലം ഉണ്ടാവും. നിന്നെ അടിച്ചവൻ ദൈവത്തെ അറിയും. അവൻ ബൈബിളുമായിട്ട് വരും, ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ 2-3 മാസത്തിന് മുമ്പേ അല്ല സ്തോത്രം 2-3 ആഴ്ച മുമ്പേ പ്രമോദ് ഇവിടെ വന്ന് പറഞ്ഞില്ലയോ? വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ പാടുവിട്ടെന്നറിയാമെന്ന് കർത്താവിനെ അറിയിക്കാൻ, യേശുവിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി അവരോട് എന്തൊക്കെയാണ് ഞാൻ പാടുവിട്ടെന്ന്. ഏതെല്ലാം സമയം മെനക്കെടുത്തി. രാവിലെ 7 മണിക്ക് പ്രാർത്ഥന, രാത്രി പ്രാർത്ഥന. ഇവന്മാരെ കിട്ടുന്ന സമയത്തെല്ലാം കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്കകത്തോണ്ടിരുന്നു.
ലാസ്റ്റുമാര് എന്നെ ചവിട്ടി മെതിച്ചിട്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടു നിർത്തിയപ്പോ ഞാൻ ദൈവത്തെ ഇവിടെ നിന്ന് സ്തുതിച്ചു പോയി. കാര്യം ഇതുവാ, അന്ന് അധ്വാനിച്ചതിന്റെ ഫലം ദൈവം കൊണ്ടുപോകും. അത് മാത്രമോ ഇന്ന് കാനഡയ്ക്കും ലണ്ടനിലും അമേരിക്കയിലും സുവിശേഷ വേല ചെയ്യുകയെന്ന് പറയുമ്പോ 3.5 ലക്ഷം രൂപ ശമ്പളം മേടിച്ചിരുന്നവൻ ശമ്പളം കളഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും നേരെ പോയി ചെന്ന് കിടക്കുക ബീഹാറി. അവേ ഒരു വിവരവുമില്ലാത്ത ജനത്തിനകത്ത് കിടക്കുക. ചെന്ന് കഴിഞ്ഞിട്ട് ജീവനോട് തിരിച്ചു പോലും വരുമോന്ന് പോലും അറിയാത്ത ജനത്തിനകത്ത് കിടക്കുക. എന്നോട് പറയുക, ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് എപ്പോഴാണ്. കാര്യം എന്തുവാ, അന്ന് അധ്വാനിച്ചതിന് കിട്ടിയോ പ്രതിഫലം? അന്ന് അധ്വാനിച്ചതിന് പ്രതിഫലം കിട്ടിയോ? വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി എന്തൊക്കെ എതിർപ്പുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എത്ര പേരെനിക്ക് ശത്രുവായി തീർന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കണക്കൂട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു, അവർ ദൈവസന്നിധി നിൽക്കുന്നതാണ്. ഒരു ഗൾഫിൽ നിന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുക, സ്തോത്രം, ഈ നൈരീജ്യക്കാർ, സ്തോത്രം, നീഗ്രോസ് ഇതിന്റെ വലിയൊരു കൂട്ടായ്മ അവിടെ നടത്തി, ദുബൈയിൽ നടത്തി. അതങ്ങ് വലിയ സഭയായി, വലിയൊരു കൂട്ടായ്മയായി. പ്രമോദന് സ്തോത്രം ദൈവം അങ്ങനെ ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഭാഷകളെ ചെയ്യാൻ കൈകാര്യം ചെയ്യാനുള്ള കൃപകൾ അവൻ ആ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ വലിയ രീതിയിലേക്ക് അവൻ പ്രാർത്ഥനയായിട്ട് ദൈവമായിട്ട് അടുപ്പിച്ചു. അവൻ അവിടെ കൂടിയ പോലെ, അയ്യോ അന്ന് ഞാൻ ദുബൈ ജോലി ചെയ്യാം, എനിക്ക് ഇങ്ങനെ വേല ചെയ്യാം, സ്തോത്രം, എനിക്കപ്പോ ഒന്നും നഷ്ടമാകത്തുമില്ല, സമ്പത്തും വന്നുകൊണ്ടിരിക്കും, സ്തോത്രം, എവിടെങ്കിലും ചോദിച്ചാൽ ദുബൈയിലാന്ന് പറയാം. നിന്നോ? ജോലി ദൈവം എടുത്ത് ദൂരെ കളഞ്ഞ് പട്ടിണിയാക്കിപ്പിച്ചു. എന്നിട്ട് പട്ടിണിയുടെ വേല എന്തുവന്ന് പഠിപ്പിച്ചു. എന്നിട്ട് നേരെ വിട്ടു ബീഹാറിൽ പോയി കർത്താവിന്റെ വേല ചെയ്യാൻ കൊണ്ടുവന്നു. സ്തോത്രം, ഇതാ ദൈവവേല. ഇന്ന് ചിലരെല്ലാം അമേരിക്കയിലാണ്, ഞങ്ങൾ ഇന്ന വേല ചെയ്യുന്നത്, ഈ വേല ചെയ്യുന്നത്, നമ്മളെ ഫ്രണ്ടിൽ കിടന്ന് ജനിച്ചില്ല. സ്തോത്രം, ഞങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. ഇതൊന്നും കണ്ടൊന്നും നമ്മൾ വീഴത്തില്ല. കാര്യം ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് വന്നതാ കർത്താവിന്റെ വേലയ്ക്ക്. നീ ചെയ്യുന്നതല്ല ദൈവവേല. ദൈവവേല എന്ന് പറയുന്ന വചനം പറയുന്നതാ ദൈവവേല. അതിനാ ഇറങ്ങുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുവൻ ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് അതോട് വെട്ടിയ, കുടുംബമായിട്ട് ബന്ധമില്ല. പിന്നെ അവൻ ബലിയാണ്. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. ഇന്ന് അതല്ല. അവൻ സുവിശേഷ വേലയ്ക്ക് പോയെങ്കിൽ രക്ഷപ്പെട്ട്. കാര്യം കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു. അതാ ആഗ്രഹിക്കുന്നത്, അതല്ല. സ്തോത്രം. സുനിതയ്ക്ക് മിനിസ്ട്രി പോകായിരുന്നു, ജോലിക്ക് പോകായിരുന്നു. അവളെ പഠിത്തത്തിന് അവൾക്ക് ജോലിക്ക് പോകായിരുന്നു. അവളും അത് വിട്ടു. അവൾക്ക് ദൈവവേല മതി. പട്ടിണിയെങ്കിൽ പട്ടിണി, അടിയെങ്കിൽ അടി. ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഒരിടത്ത് പട്ടിണി കിടന്നോ അടി കണ്ടിയെന്നോ അയ്യോ ഞങ്ങൾ ഇതുപോലെ കിടന്ന് അനുഭവിക്കുന്നതെന്നൊന്നും ഞങ്ങൾ പറയാറില്ല. ഞങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കാതെ ദൈവത്തെ സ്തുതിക്കാറേ ഉള്ളൂ. കാര്യം ഞങ്ങൾക്ക് ദൈവം ചെയ്തതിന് അപ്പുറമായി ഇതുവരെ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നാ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സൈഡിൽ നഷ്ടമാണെങ്കിൽ ഞങ്ങൾ അപ്പോഴും കർത്താവിനോട് പറയുന്നത്, കർത്താവെ നീ അന്ന് ചെയ്തതുപോലൊന്നും ഞങ്ങൾ അങ്ങോട്ടൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾക്ക് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാര്യം യേശുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞത് കൊണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ്? ദൈവമക്കളെ, നീ കഴിഞ്ഞ നാളുവരെയും ഏതെല്ലാം വ്യക്തിത്വത്തിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിൽ വീണ്ടും ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമേ ഉണ്ടാവും. എന്റെ സംസാരത്തിനകത്ത്, പ്രവർത്തിക്കകത്ത്, അതുകൊണ്ട് സ്വന്തങ്ങൾ, ബന്ധങ്ങൾ, ചില സുഹൃത്ത് ബന്ധം എല്ലാം വിടുന്നതിന്റെ കാര്യം എന്തുവാ? യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്. വ്യഭിചാരം ചെയ്യുന്ന സുഹൃത്തിനോട് വന്ന് പറയുക, അയ്യോ വ്യഭിചാരമൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ ലോകത്തിൽ അവർക്ക് നന്മയാണ് വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവവൈദ്യനാണെങ്കിൽ എനിക്ക് അവനുമായിട്ട് കൂടാൻ പറ്റൂ? അവനെ മാറ്റി നിർത്തും. എത്ര വലിയ സുഹൃത്താന്ന് പറഞ്ഞാലും മാറ്റി നിർത്തും. കാര്യം എന്തുവാ? എനിക്ക് അതിലും വലുത് ദൈവത്തിന്റെ കൽപ്പനയാണ് വലുത്, ദൈവത്തിന്റെ വചനമാണ് വലുത്. അവനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? കർത്താവ് അവനെ വെറുക്കുന്നു. നേരത്തെ വചനം വായിച്ചു എന്ത് പറഞ്ഞു? പാപം ചെയ്യുന്നവരോടൊപ്പം കർത്താവില്ല. പാപത്തിൽ നിന്ന് പുറത്തു വരുന്നവന്റെ കൂടെ കർത്താവുള്ളത്. പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ ആരുള്ളത്? കർത്താവ്. നിക്കോദോമോസ് വന്ന് ചോദിക്കുക, അതിന് ഞാൻ ഈ വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാൻ പറ്റുമോ? നീ വീണ്ടും ജനിക്കുമല്ലോ വേണ്ട. വീണ്ടും ജനിച്ചാലും നീ പഴയ നിക്കോദോമോസായിട്ട് തിരിച്ചു വരുത്തണം. ആ നിക്കോദോമോസിനെ അല്ല ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. ആ കുര്യൻ ജോൺസിനെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് പുതിയ കുര്യൻ ജോൺസിനെ വേണ്ടത്. ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ പുതുതായിട്ടുണ്ടോ?
ഞാൻ പുതുതായിട്ടില്ലെങ്കിൽ പുതുതായിക്കോണം. കാര്യം നീ പുതുതാക്കിയത് ആരാ? യേശുവാ. നീ ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്? യേശുവിന് വേണ്ടിയാണ് നിൽക്കേണ്ടത്. അപ്പോഴേ അങ്ങനെയെല്ലാം ജീവിക്കാൻ കൊണ്ട് തയ്യാറെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യേശുവിനുപരിയായി മറ്റൊന്നിനെ സ്നേഹിക്കുന്നില്ല, മറ്റൊന്നിനെ നമ്മൾ സ്നേഹിക്കാൻ തോന്നത്തില്ല. കാര്യം എന്തുവാ? ആ യേശു ചെയ്തതും യേശുവിന്റെ ശബ്ദവും യേശു നമ്മളോട് സംസാരിക്കുന്നതെല്ലാം കൊണ്ട് കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും നിന്ന് മാറാൻ പറ്റത്തില്ല. യേശു കർത്താവിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. സ്തോത്രം. ആരൊക്കെ തള്ളി പറയട്ടെ ദൈവമക്കളെ, നിന്ദിക്കട്ടെ പറയ ദൈവമക്കളെ, മുൻവിധിക്കട്ടെ ദൈവമക്കളെ, അവന്റെ ഒന്ന് മുൻവിധിക്കുന്നവന്റെ എല്ലാ കാലങ്ങൾ ഇതാ ഈ ലോകത്തിൽ വെച്ചിട്ടുണ്ട്. ആ കാലം കഴിയുമ്പോൾ അവൻ പോയേ പറ്റത്തുള്ളൂ. അവൻ പോയാലും പോയില്ലെങ്കിലും എന്റെ കുടുംബത്തിനകത്തോ എന്റെ തലമുറയ്ക്കകത്തോ ആ പ്രാക്കോ മുൻവിധിയോ ആ ശാപമോ എന്റെ കുടുംബത്തിനകത്ത് പഠിക്കത്തില്ല. കാര്യം എനിക്കും എന്റെ തലമുറയ്ക്കകത്തും ഒരു യേശു ഉണ്ട്. യേശു എന്ന് പറയുന്ന രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും എന്റെ കുടുംബം നിൽക്കുന്നത്. അത്ര കാലം എന്നെ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കത്തേ ഉള്ളൂ. ഒരിക്കലും ഒരുവന്റെ മുൻവിധിക്കോ ഒരുവന്റെ പ്ലാനിനോ പദ്ധതിക്കോ എന്റെ തലമുറയോ എന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കത്തില്ല കർത്താവ്. എന്നോട് പറഞ്ഞ ദൂത്, എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിയാക്കി തരുന്നവനാ കർത്താവ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും എന്റെ കുടുംബം പുറത്തു വരും. എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അത്രമാത്രം വലുതാ. ആ വാഗ്ദത്തത്തെ ഇന്ന് പകൽ ഞാൻ മറന്നാലും എന്നെ വിളിച്ചിട്ട് മറക്കത്തില്ല. ഞാൻ മറന്നാലും എന്റെ യേശുവിനെ എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. അങ്ങനൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, അങ്ങനെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ ദൈവത്തിലെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ നിശ്ചയമായി ആരനുഗ്രഹിക്കും? എന്റെ ദൈവം അനുഗ്രഹിക്കും, എന്റെ കർത്താവ് അനുഗ്രഹിക്കും. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. ഒരുവിന്റെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കടപ്പാൻ കഴിയത്തില്ല. ഇന്ന് വെള്ളത്താലെ ജനിച്ചിട്ടുള്ളൂ, ആത്മാവിനാൽ ജനിച്ചിട്ടില്ല പലരും. ഇന്ന് പല സഭകളും പല ലീഡേഴ്സുമാരും ഇന്ന് കാഴ്ചപ്പാട് മാറി ഓടുന്നതിന്റെ കാര്യം വെള്ളത്താലെ ജനിച്ചിട്ടുള്ളൂ, ആത്മാവിനാൽ ജനിച്ചിട്ടില്ല. സ്തോത്രം. ഇന്ന് ഇവിടെ സാക്ഷ്യം പറയപ്പെടാന്നല്ലോ, പരിശുദ്ധാത്മാവ്. ഒരു വാക്യം വായിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഉപദേശമാണ് ആർക്ക് വേണ്ടത്? ദൈവമക്കൾക്ക് വേണ്ടത്. മനുഷ്യന്റെ ഉപദേശമല്ല വേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ഉപദേശം എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കത്തുള്ളൂ. വെള്ളത്താൽ സ്നാനപ്പെട്ടു, വെള്ളത്താൽ വീണ്ടും ജനിച്ച ഒരുപാട് പേരുണ്ട്. എന്തിനാ സ്നാനപ്പെട്ടിട്ടില്ല? പരിശുദ്ധാത്മാവിനാൽ, ആത്മാവിനാൽ വീണ്ടും ജനിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഞാൻ കുര്യൻ ജോൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സ്നാനപ്പെടുന്ന മുമ്പേ ബെഥേൽ എന്ന് പറയുന്ന കുടുംബത്തിനകത്ത്, അല്ലെങ്കിൽ ജോൺസണും സൂസമ്മ എന്ന് പറയുന്ന മകനായിട്ട്, ഇളയ മകനായിട്ട് ജനിച്ചു. അവരുടെ കുറെ പശ്ചാത്തലത്തിന്റെ, അവരുടെ കുറെ കുടുംബത്തിന്റെ, അവരുടെ കുറെ സ്വഭാവത്തിനകത്തെല്ലാം എനിക്ക് പങ്കുണ്ട്, ഇല്ലേ? പക്ഷേ ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചപ്പോൾ ആ വ്യക്തിത്വം പോയി. പിന്നെ എന്റെ മേൽ വ്യക്തിത്വം ആരാ വന്നേക്കുന്നത്? യേശു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. അതിന് മുമ്പ് എന്നോട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പോടാന്ന് പറയാം. യേശു എന്ന് പറയുന്ന വ്യക്തിത്വം വന്നപ്പോൾ എന്തുവാണെന്ന് ചോദിച്ചാൽ സ്തോത്രം പറഞ്ഞിട്ട് മാറി. നീ നിന്റെ കുടുംബം നശിച്ചു പോകുന്നു പറയുമ്പോൾ സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. മറ്റേന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് തിരിച്ചുകൂടി ശ്രമിച്ചിട്ടേ പോകത്തുള്ളൂ. നീ നിന്റെ കുടുംബം നശിച്ചു കൊണ്ട് നിന്റെ കുടുംബം നശിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങോട്ട് ഇല്ലയോ? അതെന്തുവാ? നേരെ ഞാൻ ആദ്യം ജനിച്ച വ്യക്തിത്വം കിടക്കുന്നത്. ആ വ്യക്തിത്വം ആരെടുത്ത് ചേരത്തില്ല, ഈ പുതിയ വ്യക്തിത്വമായിട്ട് ചേരത്തില്ല. യേശു എന്ന് പറയുന്ന വ്യക്തിത്വം. ഇന്ന് പലരും വെള്ളത്താൽ സ്നാനപ്പെട്ടു, വീണ്ടും ജനിച്ചു, പക്ഷെ ആത്മാവിനാൽ എന്ത് ചെയ്തിട്ടില്ല? വീണ്ടും ജനിച്ചിട്ടില്ല. സ്തോത്രം. എന്റെ തലമുറ സ്തോത്രം. ഇന്ന് ഒരു കാര്യം പറയാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലോകം അതിനെക്കുറിച്ച് എന്തോ പറയുന്നല്ല
എന്നല്ല ചിന്തിക്കേണ്ടത്, യേശുപ്പത്തിന് അതിനെ കുറിച്ച് എന്ത് പറയും? യേശുപ്പത്തിന് അതിനെ കുറിച്ച് എന്ത് പറയും? സ്തോത്രം. നമ്മൾ പാപം ചെയ്യാൻ നിന്നാൽ പാപം ചെയ്യുന്ന ഒരുപാട് പേരെ കൂട്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റും. പക്ഷെ വിശുദ്ധിയോട് നിന്ന് കൂട്ടുപിടിക്കാൻ ഒരാളെ ഉള്ളൂ. ആരാ? യേശുവിനെ മാത്രമേ. യേശുവിനെ മാത്രമേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, കൃപ ഒരു ഡ്രസ് ആഗ്രഹിച്ചു. ഞാൻ പറയുക, മോളെ അത് കൊള്ളത്തില്ല, അത് നിനക്ക് പറ്റത്തില്ല. എന്നാൽ നീ നിൽക്കുന്ന ഭാഗത്ത് അത് നിനക്ക് ഇടാൻ പറ്റത്തില്ല. ലോകപരമായി നിന്റെ കൂട്ടുകാരികൾ ഇടും, അല്ലെ ലോകപരമായി നിന്റെ പലരും ഇടുന്നുണ്ട്, പക്ഷെ നിനക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പൊ അവൾ എടുത്തു വായിച്ചു വയ്ക്കും, എന്താ കാര്യം? നീ ഒരു പാസ്റ്റർ മോള. ഒന്ന് നമ്മൾ പറയുക, രണ്ടാമത് മറുപടി പറയും, പാസ്റ്റർ മോള് കൊണ്ടിൽ അവൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ പാസ്റ്റർ മോൾ ഇട്ടിട്ടുണ്ടല്ലോ. അതിന്റെ കാര്യം എന്തുവാ? പാപത്തെ കൂട്ടുപിടിക്കാൻ നമ്മളെ ചുറ്റുപെട്ട ഒരുപാട് പാപങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ സഭ മാത്രം എന്ത് ഇങ്ങനെ പോകുന്നത്? ഞങ്ങളും പോകുന്നത് പെന്തിക്കോസിലാണ്. നിങ്ങൾ എങ്ങനെ പോകുന്നത് നമുക്കറിയത്തില്ല. ദൈവവചനം എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തോട് കൂട്ടിക്കാൻ പറ്റത്തില്ല. വചനത്തിനകത്ത് അത് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാം. വചനത്തിനകത്ത് പറഞ്ഞിട്ടില്ലയോ? ചെയ്യല്ലേ. പാപത്തെ കൂട്ടുപിടിക്കാൻ പറയാം. അപ്പോഴത് അവളോട് അതല്ല പറയേണ്ടത്. അവളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശം ഇതാ, എന്തുവാ? നീ പാസ്റ്റർ മോള, നീ അതൊന്നും ചെയ്യല്ലേ. ഉടനെ അവൾ പറയും, വേറെ പാസ്റ്റർമാരെ ഉടനെ അവൾ നോക്കും. അവൾ പോകുമ്പോൾ വരുമ്പോൾ എല്ലാ പാസ്റ്റർമാരുടെ മക്കളെ നോക്കും. നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇവക്ക് ആ പാപം ചെയ്യേണ്ടതിന് എന്ത് ചെയ്യും? ഇവൾ അവരെ കൂട്ടുപിടിച്ചോണ്ട് വരും. ഇല്ലയോ? ഇവൾ ആഗ്രഹം കിടക്കും. അല്ല, അവളോട് അതല്ല പറയേണ്ടത്. നമ്മൾ ദൈവമക്കളാണ്, മറ്റുള്ളവരല്ല. നീ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശുവിന് നീ അങ്ങനെ ഒരു ഡ്രസ് ഇടുന്നത് ഇഷ്ടമല്ലെന്ന് കണക്കൂട്ടിയാൽ മതി. ഇടൂ, ഇടൂ, ഇടൂ. ഇവിടൂന്ന് ചിലവര് പുറം രാജ്യത്ത് UK പോകാൻ വേണ്ടി ഇരിക്കും. അവിടുത്തെ ഡ്രസ് ഇങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാലോ, ഓ ഞങ്ങളുടെ അവിടുത്തെ പശ്ചാത്തലമായത്. ഏത് പശ്ചാത്തലമായാലും ഓരോരുത്തർക്ക് ഇടുന്ന ഡ്രസ്സുണ്ട്. ഇല്ലേ? ഇപ്പൊ ഗൾഫിൽ പോകുന്ന സിസ്റ്ററിനടുത്ത്, മഞ്ജു സിസ്റ്ററിനടുത്തോ, അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന നേഴ്സായിട്ട് പോകുന്ന സ്വപ്നം കുഞ്ഞുങ്ങളെടുത്തോ പറയാൻ പറ്റുന്നത് പാല് ഷർട്ട് ഇടും. അവരുടെ ഹോസ്പിറ്റലിന്റെ നിയമമാണ്. അവർക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും ഇടുന്നതല്ല. പക്ഷെ അവർ ആ ഡ്രസ് ഇടുന്നതായിട്ട് സ്വപ്നം അവരെ എനിക്ക് ബോറായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഡ്രസ് ഇടുന്ന ഒരുപാട് സിസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊന്നും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല. ശരീരം ഉള്ളവരുണ്ട്, ശരീരം കുറഞ്ഞവരുണ്ട്, എങ്കിൽ പോലും അവരെ ബോറായിട്ട് തോന്നിയില്ല. അവരെ അതിന്റെ ജോലിയുടെ ചെയ്തായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ കുറെ ഡ്രസ് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് ചിലവര്. വിദേശത്തെ കൾച്ചറാണ് പറഞ്ഞത്. അതവർ ഇടുന്ന കാര്യമൊന്നുമില്ല. അവർക്ക് സാധാ ഡ്രസ് ഇടാം. പക്ഷെ അവരവിടെയും ആ ഫാഷനാ പോകുന്നത്. എന്നിട്ടൊരു വാക്കുകൾ പറയും, എന്ത് പറയും? ചേരയെ കണ്ട നടുതുണ്ടം തിന്നും. നീ കുറെ നടുതുണ്ടം എല്ലാം തിന്നും, കുറെ എണ്ണം ഇങ്ങനെ നടുതുണ്ടം തിന്നുകൊണ്ടിരിക്കുക. ദൈവമക്കൾക്ക് ദൈവമക്കളുടെ ആയിട്ട് ഞാനിനി നിങ്ങളുടെ വസ്ത്രമെല്ലാം പറഞ്ഞ് ഇനി അളന്ന് തന്നൊന്നും പരിപാടിയൊന്നും അല്ല എന്റെ പരിപാടി. നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. അതാണ് എന്റെ പോളിസി. എന്റെ പോളിസി എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള വസ്ത്രം ആർക്ക് ധരിക്കാം? സ്തോത്രം. ചിലപ്പോൾ മീറ്റിംഗ് ഒന്നുമില്ല, ഞാൻ ചിലപ്പം കുടുംബമായിട്ട് എവിടെയെങ്കിലും സ്തോത്രം സ്തോത്രം ഈ കൊട്ടാരക്കര വിട്ട് എവിടെയെങ്കിലും പർച്ചേസിന് പോകുമ്പോൾ ചിലപ്പം ഞാൻ ടീഷർട്ട് ഇട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, പാസ്റ്റാണെന്നും പറയുന്നത്. ഈ പാസ്റ്റർമാർക്ക് നടക്കണം. സ്വന്തം ആ ടീഷർട്ട് ചിലപ്പോൾ ഇട്ടത് എന്റെ അപ്പോഴത്തുള്ള സൗകര്യത്തിനായിരിക്കും അവർ ടീഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത്. ഞാൻ അപ്പോഴേ മനസ്സിനകത്ത് പറയും, ഇത് ശരിയല്ല, ഇത് വീട്ടിലിട്ടാൽ മതി. വീട്ടിലിട്ടാൽ മതി. കാര്യം അതിനുമുമ്പേ ഞാൻ പറയും ആരെങ്കിലും. പക്ഷെ അന്ന് ആരെങ്കിലും കയറി വരും, ഞാൻ പറയണ്ട ഇങ്ങോട്ട് പാസ്റ്ററിനെ വിളിച്ചു വരും. സ്വതന്ത്രം സ്വതന്ത്രം. ഞാൻ അപ്പോഴേ എന്റെ ഫസ്റ്റ് എന്റെ ഉള്ളിൽ തന്നെ എനിക്ക് കുത്താം. നമ്മൾ ഇടുന്ന ഓരോ ഡ്രസ്സും സ്വതന്ത്രം മാന്യമായിട്ടുള്ളത്. ടീഷർട്ടിൽ തന്നെ മാന്യത ഇല്ലാത്തതുകൊണ്ട് മാന്യത ഉള്ളതുകൊണ്ട്. സ്തോത്രം. ഡ്രസ്സിന്
ദൈവത്തിനകത്തെല്ലാം ഉണ്ട് ഒരു മാന്യതയും ഇല്ലാത്തതുണ്ട്, ഇല്ലയോ? നമ്മളെ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുമ്പോൾ, അവർക്ക് മേടിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞായിരിക്കണം മേടിക്കണം. അതുപോലെ നമ്മൾ മേടിക്കാൻ പോകുമ്പോഴും നമ്മൾ ചില കാര്യത്തിനകത്ത് എന്ത് ചെയ്യണം? ഞാൻ ഇന്നാലും പറഞ്ഞ കല്യാണത്തിന് പോകുന്നതിന്റെ പോലെ ആയിരിക്കണം ഇവിടെ വരണ്ടേ, ദൈവസഭ വരെ. ആ ദൈവസഭ പോലെ കുളിക്കൊന്നും പോട്ടെ, കുറച്ച് സ്പ്രേ അടിച്ചങ്ങ് ചെന്നാൽ മതി. അല്ല, നല്ല ഡ്രസ്സ് ധരിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഡ്രസ്സ്, വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കണം. എവിടെ പോവാ? ആരാധിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ പോവാ. പണ്ട് കൊറോണയുള്ളപ്പോ ഓൺലൈനിലെല്ലാം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ കൊടുത്തു ഷർട്ട് ഇടാതെ ചപ്പാത്തി കൊണ്ടെല്ലാം പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ അങ്ങ് ഓഫാക്കി വെക്കും. സ്തോത്രം, ആളവിടെ ഉണ്ട്. ഇടയ്ക്ക് ഒരു സ്തോത്രം എല്ലാം വരും. എന്തുവാ? അത് ഇറച്ചി അങ്ങോട്ട് പല്ലി കയറുമ്പോൾ എരിക്കാ സ്തോത്രം പറയുന്നത്. പ്രൈസലോ, അല്ലാതെ ആത്മീയമായിട്ടല്ല. ഇതെല്ലാം നിന്നു പോകുന്ന ഒരിക്കലും ഉമ്മാർ ചിന്തിച്ചില്ല. ഇത് നിന്നു പോയപ്പോ ഭയങ്കര വിഷമമായി പോയി. പ്രൈസലോ, പിന്നെ ആലയത്തിനകത്ത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. അതല്ല ആരാധനാലയം. വസ്ത്രം മാനിമട്ടോ, ഞാൻ കളറിനെ പറ്റിയോ ഞാൻ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ പറയത്തില്ല. നമുക്ക് നല്ലത് തോന്നുന്ന ഇടുക. പക്ഷെ നമ്മളെ ബോഡിയെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സല്ല, ബോഡിക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ആരും ധരിക്കുമോ? അതാണായാലും ഞാൻ ആരോടും പറയത്തില്ല. നിങ്ങളെ ഉള്ളിൽ തോന്നുന്നത് നിങ്ങൾക്ക് ശരിയെന്നുള്ളത് ചെയ്യണം. പക്ഷെ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയേ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മാന്യമായിട്ടൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ പോലും എന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. അത് കുറ്റബോധം ഉണ്ടാവും. കാര്യം എന്തുവാ? ദൈവം നമ്മളെ ഉള്ളിലിരിക്കുക. ദൈവം എന്ന് പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി എന്തുവാ? വെള്ളത്താലും ആത്മാവിനുമാലും ജനിച്ചപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി. ചിലത് വെള്ളയെല്ലാം തേച്ചിട്ട് കല്ലറ പോലെ, വെള്ള തേച്ച കല്ലറ പോലെ ആയിക്കഴിഞ്ഞാൽ പോയി. വെള്ളയെല്ലാം ആയിരിക്കും, പക്ഷെ അകത്തെന്തുവാ? അങ്ങനല്ല, അകത്തും പുറത്തും ഒരേ സ്വഭാവമായിരിക്കും. ഞാൻ കൊണ്ട് ഇതല്ല അത് ഇട്ടോണ്ട് പോയപ്പോൾ പോകുന്നത്. അകത്തും പുറത്തും ഞാൻ ഒരേ സ്വഭാവം, പുറത്ത് വേറെ സ്വഭാവം, അകത്ത് വേറെ സ്വഭാവമല്ല. ആരാ? യേശു എന്ന് പറയുന്ന വ്യക്തിത്വം. വെള്ളത്താലല്ല, വെള്ളത്താൽ മാത്രമല്ല, ആത്മാവിനാലും ജനിക്കുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായി എവിടെ കാണും? നിത്യതയിൽ കാണും. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ പ്രത്യാശ നോക്കിയാണ് ഓടുന്നത്. സ്തോത്രം. അല്ലാതെ ലോകത്തെ നോക്കിയല്ല ഓടുന്നത്. എന്തു നോക്കണ്ടേ? പണം, വീട്, ജോലി, സമ്പത്ത്, നന്മകളെല്ലാം ആര് തന്നോളൂ? അതിന്റെ പിന്നാലെ ഓടൽ. അതിന്റെ പിന്നാലെ ഓടുന്ന പിതാക്കന്മാരെ അല്ല നമ്മൾ സേവിച്ചു വന്നത്. അബ്രഹാം പിതാവ് അതിനെ നോക്കി ഓടുന്നവനല്ല. യാക്കോബ് അതിനെ നോക്കി ഓടുന്നവനല്ല. ഇസാക്ക് അതിനെ നോക്കി ഓടുന്നവനല്ല. യോസേഫ് അതിനെ നോക്കി ഓടുന്നവനല്ല. മോശെ അതിനെ നോക്കി ഓടുന്നവനല്ല. കർത്താവിന്റെ ശിഷ്യന്മാർ ഭാവികാലിൽ അതിനെ നോക്കി ഓടുന്നവനല്ല. അതിനെ നോക്കി ഒരുത്തനെ ഓടിയിട്ടുള്ളൂ. അവൻ ഒന്നും പ്രാപിച്ചില്ല. അവസാനം അവൻ എവിടുന്ന് പോയി? ജീവന്റെ പുസ്തകത്തിൽ നിന്നും പുറത്തു പോയി. പണം നോക്കി ഓടി ഒറ്റ ഒരാളെ ഉള്ളു. ആരാ? യൂദ. അവൻ ജനിക്കാതിരുന്നായിരുന്നേ കൊള്ളായിരുന്നു. എന്നാൽ യേശു അവനെ കുറിച്ച് പറഞ്ഞത് അത്രയ്ക്ക് ശപിക്കപ്പെട്ടവനായി എന്ത് ചെയ്തു? പുറത്തുപോയി. പണം, മറ്റുള്ള കാര്യമല്ല ആരാ തരുന്നത്? കർത്താവ് തരും, ധാരാളമായി തരും. അതിന്റെ പിന്നാലെ പോകാതിരി, അത് ധാരാളമായി തന്നുകൊണ്ടിരിക്കും. അതിനകത്ത് നിന്റെ മനസ്സുറപ്പിക്കാതിരി, ധാരാളമായി തന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവസ്നേഹത്തിന് മുഖ്യസ്ഥാനം കൊടുക്കും. ദൈവം ധാരാളമായി തരും. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം, വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട. എന്തിനാ പറയുന്നത്? ഇപ്പോഴുള്ള വ്യക്തിത്വം മാറണം. നിങ്ങൾ ആരുടെ വ്യക്തിത്വത്തിൽ വരണം? യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തിനകത്ത് വരണം. അങ്ങനെ വരുവാണെങ്കിൽ വിശ്വാസികൾ തമ്മിൽ, സഭകൾ തമ്മിൽ എല്ലാം സ്നേഹം ഉണ്ടാവും. ഇന്ന് പല സഭകൾ തമ്മിൽ സ്നേഹമില്ല, വിശ്വാസികൾ തമ്മിൽ സ്നേഹമില്ല, ബഹുമാനമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലില്ല. കാര്യം എന്തുവാ? യേശു എന്ന് പറയുന്ന വ്യക്തിത്വത്തിലല്ല അവർ നിൽക്കുന്നത്. യേശു എന്ന് പറയുന്ന വ്യക്തിത്വത്തിലായിരുന്നെങ്കിൽ അവർ സ്നേഹിച്ചേനെ, അവർ കരുതിയനെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധം കണ്ടേനെ. ആ വ്യക്തിത്വം അവരുടെ മേലില്ല. അവരുടെ മേലിരിക്കുന്നത് വെള്ളത്താൽ മാത്രമേ അവരെന്ത് ചെയ്തിട്ടുള്ളൂ? ജനിച്ചിട്ടുള്ളൂ. വെള്ളത്താൽ ജനിക്കുന്നവനെ ആർക്ക് വേണ്ട? വെള്ളത്താൽ ജനിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടേ, ആത്മാവിനാലും ജനിക്കുന്നവനെ, രണ്ടും ഒന്നായിട്ട് കാണുന്നവനെ ആണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അടുത്തത്
അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനല്ല, അതുപോലെയാകുന്നു എന്നുത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടോ ഇത് അറിയുന്നില്ലയോ? നിക്കോദെമോസിന്റെ സ്തോത്രം ജോലിയുടെ ഗ്രേഡ് കണ്ടോ? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ. അവൻ ഇസ്രായേലിനെ നയിക്കുന്നവൻ. ആ ജോലിക്കകത്തിരിക്കുന്നവനാ. അവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. അവൻ താഴ്ത്തി യേശുവിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടു കൊടുക്കുക. അവൻ യേശു പറയുന്നത് കേൾക്കുക, അനുസരിക്കുക. അടുത്തത് കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ലാതാൻ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പറയുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല. നമ്മൾ ഭൂമിയിലുള്ള യേശുക്രിസ്തുവിന് വേണ്ടി ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മൾ ആരായത്? യേശുവിന്റെ മക്കളായത്. സ്വർഗം കണ്ടിട്ടില്ല. നമ്മൾ ഭൂമിയിലുള്ള വിശ്വസിച്ചെങ്കിൽ നമ്മൾ എന്ത് കാണും? സ്വർഗം കാണും. സ്വർഗം അനുഭവിക്കാൻ പറ്റും. സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വർഗം ഇന്നതാണ് പറയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ ആ സ്വർഗം അനുഭവിച്ചിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ടില്ല, കേട്ടിട്ടുണ്ട്, വചനം വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ നമുക്കത് കിട്ടും. കാര്യം എന്തുവാ? നമ്മൾ ഭൂമിയിലുള്ളത് വിശ്വസിച്ചു. ഭൂമി ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിച്ചു, സംരക്ഷണമായി സ്വീകരിച്ചു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചു. എങ്കിൽ സ്വർഗം ആർക്ക് കിട്ടും? നമുക്ക് തരും. നമ്മൾ ഭൂമിയിലുള്ളതിനെ വിശ്വസിച്ചപ്പോ, ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചപ്പോ, ഏറ്റെടുത്തത് കൊണ്ടാണ് എന്ത് തരുന്നത്? സ്വർഗം നമുക്ക് തരുന്നത്. ഇവര് ഭൂമിയിലുള്ളത് വിശ്വസിക്കാത്തതുകൊണ്ട് സ്വർഗത്തെ പറഞ്ഞ ഇവര് വിശ്വസിക്കൂ. സ്തോത്രം. അടുത്തത് മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ കയറിയിട്ടില്ല. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി. അടുത്തത് കണ്ടോ? ഈ നിത്യജീവൻ പ്രാപിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ എന്ത് പ്രാപിക്കും? നിത്യജീവൻ പ്രാപിക്കും. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വന്തം യേശുവായി സ്വീകരിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നശിച്ചു പോകുവാൻ ആരും സമ്മതിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ വിളിക്കുന്നത്. നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവത്തെ വിളിക്കുന്നത്, ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്നത്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്നത്. ആ ദൈവത്തെ വിളിക്കുന്ന നമ്മളെ നാശത്തിലേക്ക് തള്ളിയിടുമോ? നമ്മളെ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടി തള്ളിയിടുമോ? അപമാനിക്കാൻ വേണ്ടി തള്ളിയിടുമോ? ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവനാമത്തിൽ ഇറങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ലാഭമാക്കി തരുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. നഷ്ടമാക്കിയതിന് ഇരട്ടി ലാഭമാക്കി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. നിന്റെ ദൈവത്തെ കണ്ട് ഇറങ്ങി തിരിച്ച് ഒരു ദൈവം ലജ്ജിക്കുവാൻ ആര് സമ്മതിപ്പിക്കത്തില്ല? കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിനെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലജ്ജിക്കപ്പെടുവാൻ ആര് സമ്മതിക്കത്തില്ല? കർത്താവ് സമ്മതിക്കത്തില്ല. സ്തോത്രം. അടുത്ത വാക്യം വായിച്ച് നമുക്ക് തിരിക്കാം, പ്രാർത്ഥിക്കാം. നിത്യജീവൻ നൽകുവാൻ വേണ്ടി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യനെ ഉണ്ടാക്കിയതിനെ കുറിച്ച് യഹോവയെ ദൈവം അനുതാപിച്ചു. ആ യഹോവയെ ദൈവം പറയുക, അത്രമാത്രം മനുഷ്യനെ ആര് സ്നേഹിച്ചു? ദൈവം സ്നേഹിച്ചു. കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ എന്തിനു വേണ്ടിയാ? നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടി. ആ നിത്യജീവനിലേക്ക് കടന്ന് നമ്മളെ ദൈവം കൈവിടുമോ, ഉപേക്ഷിക്കുമോ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്ഥനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എന്റെ ദൈവം ഒരിക്കൽ വേണ്ടിയെത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല, വെറുക്കത്തില്ല. എന്റെ ദൈവം എനിക്കായി വാഗ്ദത്തം തുറക്കും. കർത്താവ് പറഞ്ഞ ദൂതിങ്ങനെ കണ്ണടച്ച് തുറക്കുന്നത് പോലെ
നിലമേൽ ദൈവത്തിന്റെ ദൂത് നിവർത്തിയാവും. കാലങ്ങളോ കാലപ്പഴക്കങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ നീ നോക്കണ്ട, മണിക്കൂറുകൾ നീ നോക്കണ്ട. യേശുവിനെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി. ആ നിമിഷം ഇന്ന് പകൽ ഈ നിമിഷമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും ആരാധിക്കുന്നതിന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അടുത്ത വാക്യം വെച്ചത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ആ. ലോകത്തെ വിധിപ്പാനല്ല, ആ. ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ആ. അവനിൽ വിശ്വസിക്കുന്നവനെ ന്യായവിധിയില്ല, ആ. വിശ്വസിക്കാത്തവനെ അവനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി കഴിഞ്ഞു. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കാൻ ഒരു അവസരമുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുത്തില്ലെങ്കിൽ അവനെന്തുണ്ട്? ന്യായവിധിയുണ്ട്. നമ്മളെ ന്യായവിധി കടക്കാനാണോ നമ്മൾ ഇറങ്ങി തിരിച്ചത്? അല്ല, ന്യായവിധിയിൽ നിന്ന് പുറത്തു വരാനാ, ദൈവത്തിന്റെ നിത്യത പ്രാപിക്കുവാനാ. ആ പ്രത്യാശയോട് ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? നമുക്ക് പ്രാപിക്കാൻ പറ്റും. എല്ലാ ദൈവമക്കൾക്ക് എഴുന്നേക്കാൻ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിക്കാം. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ. ഓരോരുത്തരുടെ പേരും ആ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവട്ടെ. ഇന്ന് പകലൊന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പകലൊന്ന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകലൊന്ന് വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലൊന്ന് വെളിപ്പെടട്ടെ. ഒന്നുമില്ലായ്മയെന്ന് ഇത്രയോളം നമ്മളെ ഉയർത്തിയ ദൈവം, ഇത്രയോളം മാനിച്ചൊരു ദൈവം ഇന്ന് പകൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. ആ ദൈവത്തിന്റെ ദൂതുകളെ കൊണ്ട് നിവർത്തിയാവട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് നിവർത്തിയാവട്ടെ. ഇന്ന് പകലൊന്ന് പൂർണ്ണ ഹൃദയത്തോട് ഇന്ന് പകൽ ദൈവമക്കളൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിന്റെ കൃപ ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് പകൽ